Hare Krishna, Hare Hare Krishna, Krishna Krishna, Hare Hare. Krishna Krishna Hare Hare Rama Hare Rama 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 Hare 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 ഓം Hare നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ ശ്രീരാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് കി ജയ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ഗുരു മഹാരാജ് കി ജയ്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്തേ എല്ലാവർക്കും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ മാതാജി ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് ടെമ്പിൾ ഇസ്കോൺ മാംഗ്ലൂരിൽ നിന്നുള്ള ഭഗവത്ഗീത പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് 6-ാം അധ്യായത്തില് പകുതി എത്തിയല്ലേ? അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കണം. ഏന കേന പ്രകാരേണ മന കൃഷ്ണേ നിവേശയേത്. അതാ നമ്മള് എപ്പോഴും മുദ്രാവാക്യാക്കിയിട്ട് കൊണ്ടു നടക്കേണ്ടത് അല്ലെ? ഏത് പ്രകാരത്തിലാണെങ്കിലും മനസ്സ് എവിടെ ഉണ്ടാവണം? ഭഗവാനില്, കൃഷ്ണനില് ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കണം അല്ലെ? അതാ നമ്മുടെ വിജയം. ഹരേ കൃഷ്ണ. നമുക്ക് അധ്യായത്തിലേക്ക് പോകാം. ഇരുപത്തി 7-ാമത്തെ ശ്ലോകമല്ലേ നമ്മൾ നോക്കാനുള്ളത്? അതെ. ഹരേ കൃഷ്ണ. 27-ാമത്തെ ശ്ലോകം. നമ്മള് സങ്കല്പം, നമ്മൾ സങ്കല്പിക്കണ പോലെയാണ് അല്ലേ എല്ലാ കാര്യങ്ങളും വന്ന് ഭവിക്കണത്. ആയാതം അപേക്ഷണീയം ഗതം ഗതം സർവം ഉപേക്ഷണീയം അല്ലെ? എന്താണ് നമ്മൾക്ക് ലഭിക്കുന്നത്? ഒരു യോഗി അല്ലെങ്കിൽ അങ്ങനെയാണ് അല്ലെ? ഒരു സന്യാസി ആയിട്ടുള്ള ഒരാള് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല, നിരാഗ്രഹിയായിട്ട് ജീവിക്കും അല്ലേ? അപ്പോൾ ധ്യാനം പറഞ്ഞു തരികയാണ് ഭഗവാൻ. ധ്യാനയോഗത്തിലൂടെ ആത്മനിഷ്ഠനാകുന്ന ആളാണ് യുക്തൻ അല്ലെ? അങ്ങനെയുള്ള ആള് എങ്ങനെയാണ്? ഒരു ആഗ്രഹങ്ങളും ഇല്ല, ഭഗവാന് കിട്ടണം, അതൊരു ആഗ്രഹം മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ? ദുർജനങ്ങളുമായിട്ടൊക്കെ സംഘം ഒഴിവാക്കുക, എന്താണോ കിട്ടുന്നത് അതിൽ തൃപ്തി ഉണ്ടാവുക, അങ്ങനെയൊക്കെ. അപ്പൊ എല്ലാം മനസ്സിനെ എവിടേക്ക് മനസ്സ് അലിയുകയാണെങ്കിലും അതിനെയൊക്കെ നമ്മൾ പിൻവലിക്കണം അല്ലെ? മനോനിയന്ത്രണം, ഇന്ദ്രിയ നിയന്ത്രണം, അതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് ശീലിക്കേണ്ട കാര്യങ്ങൾ. അതിനാണ് ധ്യാനം ശീലമാക്കണത് എന്നൊക്കെ ഭഗവാൻ പറഞ്ഞു തന്നു. ഇനി 27. പ്രശാന്ത മനസംഹ്യേനം യോഗിനം സുഖമുത്തമം ഉപൈതി ശാന്തരജസം ബ്രഹ്മഭൂതമകൽമഷം. എന്നിൽ തന്നെ മനസ്സുറപ്പിച്ച യോഗി അതീന്ദ്രിയ ആനന്ദത്തിന്റെ പരമകാഷ്ഠയിലെത്തുന്നു. അയാൾ രജോ ഗുണത്തിന് അതീതനാണ്. താൻ പരമപുരുഷനുമായി ഗുണത്തിൽ ഒന്നാണെന്ന് മനസ്സിലാക്കുന്നതിനാൽ പൂർവകർമ്മങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് മുക്തനുമാണ്. ഇപ്പൊ ഭഗവാനിൽ മനസ്സുറപ്പിച്ച ഒരാള്, ഭക്തൻ അല്ലെങ്കിൽ യോഗി, പരമാനന്ദമാണ് അനുഭവിക്കുക എന്ന് പറഞ്ഞു അല്ലെ? അതീന്ദ്രിയ ആനന്ദത്തിന്റെ പരമകാഷ്ഠയിലെത്തും എന്നാ പറയണേ. അയാളോ രജോ ഗുണത്തിനൊക്കെ അതീതനായി താൻ പരമപുരുഷനുമായി ഗുണത്തിൽ ഒന്നാണെന്ന് മനസ്സിലാക്കുന്നതിനാൽ
പൂർവകർമ്മങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ മുക്തനുമാണ്. അപ്പോ കർമ്മങ്ങൾ ചെയ്ത് കർമ്മവാസനകൾ നശിച്ച് അകൽമഷം എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് അല്ലെ, പരമാനന്ദം അനുഭവിക്കുകയാണ്. ദൈവിക ഗുണങ്ങളൊക്കെ ഉള്ളിൽ പ്രബലമാവുകയാണ് അയാളില് അല്ലെ. അങ്ങനെ ഈ പൂർവകർമ്മ പ്രതികരണങ്ങളൊക്കെ മാറിപ്പോവുകയാണ് അല്ലെ. അപ്പോ പരിശുദ്ധ ഭക്തൻ എന്ന് പറഞ്ഞ പ്യുവർ ഡിവോട്ടി അല്ലെ, അങ്ങനെയുള്ള ആളായിട്ട് മാറാണ്. സവൈ മനകൃഷ്ണപദാരവിന്ദയോ സദാ ഭഗവത് സേവ എന്ന ആകുക, അത് തന്നെയാണ് കൃഷ്ണാവബോധം. അപ്പോഴാണ് രജോ ഗുണത്തിൽ നിന്നും എല്ലാം നമ്മൾ മുന്നേറും അല്ലെ. സത്വഗുണം, പിന്നീട് സത്വഗുണത്തിൽ നിന്നും നമ്മൾ അതിക്രമിക്കണം, വിശുദ്ധ സത്വഗുണത്തിലെത്തണം. അതാണ് വാസുദേവാവസ്ഥ. ബ്രഹ്മഭൂതം എന്ന വാക്ക് ഭൗതിക മാലിന്യങ്ങൾ ഒഴിഞ്ഞ് ഇന്ദ്രിയാതീതമായ ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. എല്ലാ കൽമഷങ്ങളും മാറും അല്ലെ, അകൽമഷൻ ആയിട്ട് മാറുകയാണ്, രജോ ഗുണത്തിനൊക്കെ അതീതനായി അല്ലെ. ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിച്ചിട്ടുള്ള ആ ഭക്തനെ എന്താ അനുഭവിക്കുക? പരമാനന്ദമാണ് അല്ലെ അനുഭവിക്കുന്നത്. ഇപ്പൊ ഭഗവാനുമായിട്ട് താതാത്മ്യം തോന്നാൻ തുടങ്ങും അല്ലെ. എല്ലാ പാപ പ്രതികരണങ്ങളിൽ നിന്നും മുക്തനുമായി തീരും. അപ്പൊ പ്യുവർ ഡിവോട്ടി ആയി മാറി അല്ലെ. ബ്രഹ്മഭൂതാവസ്ഥ അതിലേക്ക് എത്തുകയാണ് ആ ഒരു ഭക്തൻ. അപ്പോ എല്ലാ ഭൗതിക കൽമഷങ്ങളിൽ നിന്ന് മുക്തനായി, എന്നിട്ടോ ബ്രഹ്മഭൂതാവസ്ഥയില് എത്താൻ സാധിക്കുന്നു. 28 യുഞ്ജന്നേവം സദാത്മാനം യോഗി വിഗത കൽമഷ സുഖേന ബ്രഹ്മസംസ്പർശം അത്യന്തം സുഖമശ്നുതേ. അപ്രകാരം നിയന്ത്രിതാത്മാവായ യോഗി സദാ യോഗനിഷ്ഠനായി ഭൗതിക മാലിന്യങ്ങളിൽ നിന്ന് മുക്തി നേടി ഭഗവാന്റെ അതീന്ദ്രിയ സേവനമാകുന്ന പരമാനന്ദത്തിന്റെ അത്യുന്നതമായ അവസ്ഥയിലെത്തുന്നു അല്ലെ. ആ പരമാനന്ദം മാത്രല്ല, പരമാനന്ദത്തിന്റെയും അത്യുന്നത അവസ്ഥയിലേക്കാണ് ആ യോഗി പോണത്. ഇപ്പൊ നിയന്ത്രിത മനസ്സ്, ഇന്ദ്രിയങ്ങള്, നിയന്ത്രിത ആത്മാവായിട്ടുള്ള സദാ യോഗനിഷ്ഠൻ. എവിടെയാ സദാ മനസ്സുള്ളത്? ഭഗവാനിലാണ് അല്ലെ. അങ്ങനെയുള്ള ആൾക്ക് ഭൗതിക മാലിന്യങ്ങൾ ഒന്നും ഏൽക്കില്ല. ആ മാലിന്യങ്ങൾ മുക്തനായിട്ട് ആ ആള് എന്താ ചെയ്യണേ? അത്യുന്നത അവസ്ഥ അല്ലെ, ബ്രഹ്മഭൂത അവസ്ഥയില് എത്താണ്. ഭഗവാന്റെ അതീന്ദ്രിയ സേവനം അല്ലാതെ മറ്റൊന്നും എന്താ പറയാ ആ ഭക്തന് പിന്നീട് ആവശ്യമില്ല. ഇപ്പോ ഈ ഭക്തിയുത സേവനത്തില് ആ ഭഗവാനുമായിട്ടുള്ള ആ ദിവ്യമായിട്ടുള്ള സമ്പർക്കം ഉണ്ടാവുകയാണ്. അതിനെ ബ്രഹ്മസംസ്പർശം എന്നാ പറയാ. ബ്രഹ്മഭൂതാവസ്ഥയിൽ എത്തിയിട്ടുള്ള ഒരു യോഗി അല്ലെ എപ്പോഴും ഭഗവാനുമായി കണക്റ്റഡ് ആണ് അല്ലെ. അപ്പോ എപ്പോഴും ആ ഭക്തി യോഗത്തിന്റെ ആ പാരമ്യതയിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ ആ ഭഗവാനോടുള്ള ആ ദിവ്യമായിട്ടുള്ള സമ്പർക്കം, അതാണ് ബ്രഹ്മ സംസ്പർശം എന്ന് അതിനെയാ പറയണത്. ഹരേ കൃഷ്ണ. എല്ലായിടത്തും ഒരേ ഒരു ബ്രഹ്മം മാത്രം കാണുന്ന യോഗി, സമദർശിത്വത്തിനെയാണ് ഇവിടെ 29ാമത്തെ ശ്ലോകം പറയുന്നത്. സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ചാത്മനി ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശന. ഒരു യഥാർത്ഥ യോഗി സർവജീവികളിലും എന്നെ കാണുന്നു, അയാൾ സർവജീവികളെയും എന്നിലും കാണുന്നു. ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചവൻ പരമപുരുഷനായ എന്നെ എവിടെയും കണ്ടെത്തും. ഇപ്പൊ ഭഗവാനെ, ഒരു യഥാർത്ഥ ഭക്തൻ എല്ലാ ജീവികളിലും ഭഗവാനെയാണ് കാണുക അല്ലെ. ഭഗവത് ചൈതന്യമാണ് എല്ലാ ജീവികളുടെയും ഉള്ളിലുള്ളത്. അതുകൊണ്ട് അവർ ഉച്ചനീചത്വങ്ങള് വേർതിരിവൊന്നുമില്ലാതെ സർവജീവികളിലും ഭഗവാനെ കാണുകയാണ് ആ ഭക്തൻ. സർവജീവികളെയും ഭഗവാനിലും കാണാൻ സാധിക്കും. അങ്ങനെ ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച അയാള് പരമപുരുഷനായ ഭഗവാനെ എവിടെയും കണ്ടെത്തും എന്നാണ്. എല്ലായിടത്തും ഒരേ ഒരു ബ്രഹ്മം മാത്രം കാണും, സമദർശിത്വം എന്ന് പറയാ. അപ്പോ ബ്രഹ്മസംസ്പർശം പറഞ്ഞു അല്ലെ. ഭഗവാനുമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ടിട്ട് അല്ലെ, ഭഗവാന്റെ സേവനത്തിൽ മുഴുകുന്നത് കൊണ്ട് തന്നെ ഭഗവാനുമായിട്ട് എപ്പോഴും ദിവ്യമായിട്ടുള്ള സമ്പർക്കം ഉണ്ടാവും. അപ്പോ ബ്രഹ്മസംസ്പർശം എന്നാണ്. പിന്നെയോ സമദർശിത്വം, എല്ലായിടത്തും ഭഗവാനെ കാണാൻ സാധിക്കുക, സർവജീവികളിലും കാണുക, സർവജീവികളിലും ജീവികളും ഭഗവാനിൽ എന്ന് കാണുക. അങ്ങനെ സമദർശിത്വവും ആ ആൾക്ക് ഉണ്ടാവും. എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന പരമാത്മാവിനെ, കൃഷ്ണനെ കാണുന്നത് കൊണ്ട്
ശ്രീകൃഷ്ണാവബോധം ഉദിച്ച യോഗിയാണ് പൂർണ്ണമായി കണ്ടറിഞ്ഞവൻ എന്ന് പറയാം. അപ്പോ കൃഷ്ണനിലാണ് അവബോധം അല്ലേ എപ്പോഴും. അപ്പോ എന്താണ് ആ ഈ ഭഗവാനെ കാണുകയാണ് എപ്പോഴും. ആ ഹൃദയത്തിലെ ഓരോ ജീവികളുടെ ഹൃദയത്തിലും ഭഗവാൻ അന്തര്യാമിയായിട്ടുണ്ട് അല്ലെ. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. എല്ലാ സർവഭൂതങ്ങളിലും സർവജീവികളുടെയും ഹൃദയത്തില് ഭഗവാൻ ഇരിക്കുന്നുണ്ട് എന്ന്. ഭിന്ന സ്വഭാവികളായ മക്കളോടെല്ലാം ഒരമ്മ നിഷ്പക്ഷഭാവേന പെരുമാറുന്നത് പോലെ പരമപിതാവും അങ്ങനെ പെരുമാറുന്നു. സർവഭൂതങ്ങളിലും പരമാത്മാ സാന്നിധ്യമുണ്ട്. ഒരമ്മയ്ക്ക് 10 മക്കളുണ്ടാവും, 10 സ്വഭാവമായാലും അമ്മ പക്ഷേ നിഷ്പക്ഷമായിട്ട് എല്ലാവരുടെ അടുത്തും ഒരേപോലെയാണ് അല്ലെ. അതുപോലെ തന്നെയാണ് നമ്മുടെ പരമപിതാവായിട്ടുള്ള അല്ലെങ്കിൽ മാതാവും പിതാവും ഒക്കെ ആയിട്ടുള്ള ആ ഭഗവാൻ നമ്മളോട് പെരുമാറുക അല്ലെ. ഭിന്ന സ്വഭാവികളാണെങ്കിലും ഭഗവാനിൽ നിന്ന് കിട്ടുന്ന നമുക്കുള്ള പ്രതികരണം ഒരേപോലെ തന്നെയായിരിക്കും. സർവഭൂതങ്ങളിലും പരമാത്മ സാന്നിധ്യമുണ്ട്. എല്ലാം നമ്മളെല്ലാം ഏത് ശരീരത്തിലാണെങ്കിലും പന്നിയുടെ പൂച്ചയുടെ ഉറുമ്പിന്റെ ഏത് ശരീരത്തിലാണെങ്കിലും നമ്മൾ എല്ലാവരും ഭഗവാന്റെ തന്നെ അംശമാണ്. 30 യോ മാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സ ച മേ ന പ്രണശ്യതി. എവിടെയും ഞാൻ കുടികൊള്ളുന്നതായും എല്ലാം എന്നിൽ അടങ്ങുന്നതായും കാണുന്നവന് ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല, എനിക്ക് അവനും നഷ്ടപ്പെട്ടു പോവില്ല. അറിയാണ് എല്ലായിടത്തും ഭഗവാൻ കുടികൊള്ളുന്നുണ്ട് എന്നറിയാം. എല്ലാം ഭഗവാനിലാണ് അടങ്ങുന്നതെന്ന് കാണുക. അങ്ങനെയുള്ള ഒരാൾക്ക് ഭഗവാനെ നഷ്ടപ്പെടുന്ന പ്രശ്നം വരണില്ല അല്ലെ. ഭഗവാനോ ആ ഭക്തനെയും ഒരിക്കലും നഷ്ടപ്പെടില്ല, നഷ്ടപ്പെടാൻ ഭഗവാൻ ഇടകൊടുക്കില്ല എന്നാണ്. അപ്പൊ എപ്പോഴും പ്രത്യക്ഷനായിരിക്കും അങ്ങനെയുള്ള പ്യുവർ ഡിവോട്ടിയുടെ മുമ്പില് ഭഗവാൻ ഏത് രൂപത്തിലും അല്ലെ. അപ്പോ ഡിഫറൻസ് ബിറ്റ്വീൻ യോഗ ആൻഡ് ഭോഗ എന്ന് ചോദിച്ചാൽ എന്താ പറയാ നമ്മള്? ഇത് യോഗ, ഭക്തി യോഗയുടെ പാരമ്യാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കണേ അല്ലെ. പുട്ടിങ് ഗോഡ് ഇൻ ഓൾ കർമ്മ, അതാണ് യോഗ എന്ന് പറഞ്ഞാല്. എന്ത് ചെയ്യുമ്പോഴും ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആവുക. നമ്മുടെ ജീവിതത്തിന്റെ സെന്റർ പോയിന്റിൽ ഭഗവാൻ ഉണ്ടാവുക, അതാണ് യോഗ. എന്നാ ഭോഗ എന്ന് പറഞ്ഞാലോ അത് സെൽഫ് എൻജോയ്മെന്റിനുള്ള രീതിയാണ് അല്ലെ. അത് ഭോഗ, അതാണ് ഭോഗ്യം യോഗയും തമ്മില്. നമ്മള് എല്ലാം യോഗ കർമ്മം യോഗമാക്കുക അല്ലെ. ജ്ഞാനം യോഗമാക്കി നമ്മൾ അറിയുക ഭഗവാനെ കുറിച്ച്. എന്നിട്ട് ഏറ്റവും ടോപ്പായിട്ടുള്ള ആ ഭക്തി യോഗത്തിന്റെ പാരമ്യതയിലെത്തിയ ഒരു യോഗി, പ്യുവർ ഡിവോട്ടിയുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. പ്രേമാഞ്ജന ചുരിത ഭക്തി വിലോചനേന സന്തസദൈവ ഹൃദയേഷു വിലോകയന്തി യം ശ്യാമസുന്ദരമചിന്യ ഗുണസ്വരൂപം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി എന്നാണ്. അപ്പൊ ഭക്തൻ എങ്ങനെയാണ്? പ്രേമാഞ്ജനം, പ്രേമഭക്തിയാകുന്ന കൺമഷി കണ്ണിലെഴുതണം. എന്നിട്ട് നോക്കുമ്പോഴാ എപ്പോഴും എവിടെയും ആ ആദിപുരുഷനായ ഗോവിന്ദനെ ദർശിക്കാൻ സാധിക്കുകയാണ് അല്ലെ. എപ്പോഴും ആ ഭഗവാനെ ഭജിക്കാൻ സാധിക്കുകയാണ്. ഭക്തഹൃദയത്തിലാണ് ഭഗവാൻ ശ്യാമസുന്ദര രൂപത്തില് വാഴുന്നത് എന്നാ പറയണേ. ഒരു ഭക്തൻ എപ്പോഴും ആ സൗമ്യ വപു ആയിട്ടുള്ള ആ ശ്യാമസുന്ദര രൂപം അത് കാണാനാണ് ഒരു ഭക്തൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നത്. ഗോപികമാര് ശ്യാമ ഗോപരൂപ്, അതാ ഗോപികമാര് പറയാ. ആത്മാ സാക്ഷാത്കാരത്തെക്കാൾ ശ്രേഷ്ഠമായ കൃഷ്ണാവബോധത്തിന്റെ ഈ നിലയിൽ കൃഷ്ണൻ ഭക്തന്റെ സർവസ്വമായി തീരുകയും കൃഷ്ണപ്രേമത്തിൽ ഭക്തൻ പൂർണ്ണത നേടുകയും ചെയ്യുന്നു. അപ്പോ ആ ഏറ്റവും ടോപ്പ് ലെവല് അല്ലെ കൃഷ്ണാവബോധത്തിന്റെ അവിടെ എത്തുമ്പോ എന്താണ്? ഭക്തന്റെ സർവസ്വം ആ ഭഗവാനാണ്. പിന്നെ അല്ലെ കൃഷ്ണപ്രേമത്തിലോ ഭക്തനാണെങ്കിൽ പൂർണ്ണത നേടിക്കഴിഞ്ഞു. ഇനി ഒന്നും ആ ഭക്തന് ഇനി വേണ്ട അല്ലെ. ഭൗതികതയിലുള്ള യാതൊന്നിനോടും പിന്നെ താല്പര്യം ഇല്ലാണ്ടാവും. ഈ വിധത്തിൽ അയാൾ കൃഷ്ണനോട് ഏകീഭവിക്കുന്നു. അങ്ങനെ ഭഗവാനും ഭക്തനുമായി അടുത്ത ബന്ധമുണ്ടാവുന്നു അല്ലെ. എല്ലാം കൃഷ്ണനിലും എല്ലാത്തിലും കൃഷ്ണനെയും ആ ഭക്തൻ കാണാൻ തുടങ്ങും. അങ്ങനെ അടുത്ത ഒരു ബന്ധമാണ് ഉണ്ടാവുന്നത് ഭഗവാനുമായിട്ട് അല്ലെ. അപ്പൊ എന്താ പറയാ, ബ്രഹ്മ സംസ്പർശം കഴിഞ്ഞു, സമദർശിത്വം കണ്ടു നമ്മള് അല്ലെ ഭക്തനുമായിട്ട്.
ഭഗവാനുമായിട്ട് നമുക്ക് ഏറ്റവും അടുത്തിട്ടുള്ള ബന്ധമാണ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുക. സർവഭൂതസ്ഥിതം യോ മാം ഭജത്യേകത്വമാസ്ഥിത സർവഥാ വർത്തമാനോപി സയോഗി മയി വർത്തത്തെ. ഞാനും പരമാത്മാവും ഒന്നു തന്നെ എന്നറിഞ്ഞുകൊണ്ട് ആരാധ്യനായ പരമാത്മാവിന്റെ സേവനത്തിൽ മുഴുകിയ യോഗി ഏതു സന്ദർഭത്തിലും എന്നിൽ തന്നെ ജീവിക്കുന്നു. അപ്പോൾ ഭഗവാനും പരമാത്മാവും നമ്മളും പരമാത്മാവും ഒന്ന് തന്നെയാണെന്ന് അറിഞ്ഞിട്ട് അങ്ങനെയുള്ള ആത്മീയ ദിവ്യമായിട്ടുള്ള ആ സേവനത്തില് മുഴുകിയിട്ട് ഏത് സന്ദർഭത്തിലും ഭഗവാനിൽ തന്നെയാണ് അയാൾ ജീവിക്കുന്നത്. ആ ഭക്തൻ പിന്നെ ഭൗതികതയിലല്ല ജീവിക്കുന്നത്, എപ്പോഴും ആധ്യാത്മിക ആ സ്പിരിച്വൽ പ്ലാറ്റ്ഫോമിലാണ് ഉള്ളത് എന്ന് പറയാണ്. സർവവ്യാപിയായിട്ട് ദേശകാല അതീതനായിട്ടുള്ള ആ കൃഷ്ണന്റെ അതീന്ദ്രിയ സ്വരൂപത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാല് അയാൾക്ക് പിന്നെ കൃഷ്ണനെ കുറിച്ചുള്ള ചിന്തയിൽ മുഴുകി ദിവ്യമായ ഭഗവത് സാന്നിധ്യ നിർവൃതി അനുഭവിക്കാം അല്ലെ. ആ അനുഭൂതി അതൊരിക്കലും അനുഭവിച്ചാൽ പിന്നെ വേറെ ഉള്ളതെല്ലാം തുച്ഛമെന്ന് അറിയാൻ പറ്റും. യോഗചര്യയിലെ സമാധിയുടെ പരമകാഷ്ഠയാണ് കൃഷ്ണാവബോധം. എല്ലാവരുടെയും ഹൃദയത്തിൽ കൃഷ്ണൻ പരമാത്മാവായി കുടികൊള്ളുന്നുവെന്ന ബോധം തന്നെ യോഗിയെ കുറ്റമറ്റവനാക്കും അല്ലെ. എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാൻ അന്തര്യാമിയായിട്ടുണ്ട് എന്നുള്ള ബോധം. അതുകൊണ്ട് തന്നെ ആരെയും വെറുക്കാൻ ആ ഒരു ഭക്തന് സാധിക്കില്ല അല്ലെ. ഭഗവാനെ ആരെങ്കിലും വെറുക്കുവോ അല്ലെ. യോഗചര്യയിലെ സമാധിയുടെ പരമകാഷ്ഠ അത് തന്നെയാണ് കൃഷ്ണാവബോധം. ഭഗവാൻ ഒന്നേ ഉള്ളൂ, എന്നാലും സർവവ്യാപിയാണ് അല്ലെ. ഏകരൂപിയാണെങ്കിലും തന്റെ അചിന്ത്യമായ ശക്തി കൊണ്ട് എല്ലായിടത്തും ഭഗവാൻ വാഴുന്നുണ്ട്. ഒരേ സമയത്ത് നാനാ പ്രദേശങ്ങളിലായി പ്രത്യക്ഷപ്പെടുന്ന സൂര്യനെ പോലെയാണ്. സൂര്യൻ ഒന്നേ ഉള്ളൂ അല്ലെ. ഏത് രാജ്യത്തിരുന്നാലും എല്ലാവരും പറയും ആ സൂര്യൻ എന്റെ തലയ്ക്ക് മുകളിലാണ് എന്ന് പറയും അല്ലെ. അതുപോലെയാണ് ഭഗവാൻ ഒന്നേ ഉള്ളൂ, പക്ഷെ എല്ലാവരുടെയുമാണ് ഭഗവാൻ. 32 ആത്മൗപമ്യേന സർവത്ര സമം പശ്യതിയോ അർജുന സുഖം വായതി വാ ദുഃഖം സയോഗ പരമോ മത. അല്ലയോ അർജുന, എല്ലാ ജീവികളെയും അവരുടെ സുഖത്തിലും ദുഃഖത്തിലും തന്നോട് സദൃശനായി കണ്ട് സമഭാവനയോടെ വർത്തിക്കുന്നവനാണ് ഉത്തമനായ യോഗി. ഉത്തമനായ യോഗി ആരാണത്രേ? എല്ലാ ജീവികളെയും അവരുടെ സുഖത്തിലും ദുഃഖത്തിലും തന്നോട് സദൃശനായി കണ്ട് അല്ലെ. അവരുടെ ദുഃഖം എന്റെയും ദുഃഖമാണ് എന്ന് കരുതാൻ സാധിക്കണം അല്ലെ. സ്വാർത്ഥതയില്ലാതെ സമഭാവനയോടെ സർവഭൂതദയോടെ അല്ലെ അങ്ങനെ വർത്തിക്കുന്ന ആളാണ് ഉത്തമനായ യോഗി എന്ന് ഭഗവാൻ പറഞ്ഞു തരാണ്. അപ്പൊ ഒരു യോഗിയായ ആൾക്കുണ്ടല്ലോ പിന്നെ ഈ ലോകത്ത് സുഖദുഃഖങ്ങളൊന്നും ഉണ്ടാവില്ല. മറ്റുള്ളവരെ സഹായിക്കാൻ എപ്പോഴും തൽപരനായിരിക്കുകയും ചെയ്യും ഒരു യോഗി. താനും ഭഗവാനുമായുള്ള ബന്ധം മറന്നു പോകുന്നതാണ് ജീവന് ദുഃഖകാരണം. മനുഷ്യന്റെ സർവകർമ്മങ്ങളുടെയും പരമഭോക്താവും സർവഗ്രഹങ്ങളുടെയും ദേശങ്ങളുടെയും ഉടമയും ജീവാത്മാക്കളുടെ ഉറ്റ സുഹൃത്തും കൃഷ്ണൻ തന്നെ എന്ന് ബോധ്യമാകുന്നതാണ് സുഖത്തിന്റെ കാരണം. ഇപ്പൊ നമ്മള് ഭഗവാനുമായുള്ള ശാശ്വത ബന്ധം മറന്നു പോകുമ്പോ നമുക്ക് ദുഃഖ കാരണമാവുന്നു അല്ലെ. ദുഃഖങ്ങൾ ഉണ്ടാവുന്നു. മനുഷ്യന്റെ സർവകർമ്മങ്ങളുടെയും ഭോക്താവ് എൻജോയർ ആരാ? ഭഗവാനാണ് അല്ലെ. സർവഗ്രഹങ്ങളുടെയും ദേശങ്ങളുടെയും ഉടമ ആരാ? ഇവിടെയുള്ള എല്ലാം ഭഗവാന്റേതാണ്. ജീവാത്മാക്കളുടെ ഉറ്റ സുഹൃത്ത് ആരാ? അഭ്യുദയകാംക്ഷി ആരാണ്? ഭഗവാനാണ്. അപ്പോ ആ കാര്യങ്ങളൊക്കെ ബോധ്യമാകുന്നത് തന്നെയാണ് ഒരു ഭക്തന്റെ സുഖത്തിന് കാരണം. ആ ഭക്തന് പിന്നെ ദുഃഖമില്ല എന്ന് പറയണത്. അപ്പൊ ചിന്തകള് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കും അല്ലെ. അതിനാല് ഈ യോഗം മനസ്ഥിരത സാധ്യമാണോ എന്ന് അർജുനനൊരു സംശയം. അതാ ഇവിടെ ചോദിക്കുന്നത്. മറ്റെല്ലാ യോഗകളും ഭക്തി യോഗയുടെ ലക്ഷ്യത്തിലേക്കുള്ള പുരോഗതിയാണ്. അപ്പൊ ഭക്തി യോഗയാണ് ഏറ്റവും ടോപ്പ്. നമ്മൾ മുമ്പേ പറഞ്ഞു അല്ലെ. കർമ്മയോഗം മുകളിൽ ജ്ഞാനയോഗം, അതിന്റെ മുകളിൽ അഷ്ടാംഗയോഗം, ഏറ്റവും മുകളിൽ ഭക്തി യോഗം തന്നെയാണ് അല്ലെ. ഹരേ കൃഷ്ണ. അപ്പോൾ പ്രക്ഷുബ്ധമായ മനസ്സിനെ നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് 33 മുതൽ 36 വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത്. ഇത് നമുക്കറിയാം അല്ലെ. ഇത് ദ്രോണാചാര്യര് ഈ അർജുനന്
അസ്ത്രവിദ്യയൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന വേളയില് അല്ലേ, അത്രയും ഏകാഗ്രതയായിരുന്നു അർജുനന്. ഏകാഗ്രതയോടെ ആ മുകളിലുള്ള പക്ഷിയുടെ കണ്ണിലേക്ക് അമ്പെയ്യുന്നത് താഴെയുള്ള ജലത്തില് ഇവിടെ കാണാം അല്ലെ. താഴെയുള്ള ജലത്തിൽ അതിന്റെ ഛായ നിഴല് നോക്കിയിട്ട് ചെയ്യും. അതുപോലെ ഇവിടെ എന്താണ്, ഇവിടെ എന്തോ ഒരു യുദ്ധമാണല്ലോ. ഇവിടെ ഏതാ അറിയില്ല. ഇത് നമുക്ക് ഇത് നമുക്ക് പരശുരാമൻ പരശുരാമന മഴുവുണ്ട് അല്ലേ. അതുപോലെ ഉണ്ട്. അതുപോലെ തോന്നുന്നു. അപ്പൊ ഇതാരായിരിക്കും? അത് ശ്രീരാമചന്ദ്ര പ്രഭുവായിട്ട് യുദ്ധം ഉണ്ടായത്. കാട്ടിലൂടെ പോകുമ്പോ അങ്ങനെ എന്തോ ആണ്. ഇതിവിടെ ശിവനെന്തോ, ശിവനെ കാണിക്കുന്നുണ്ട് അല്ലേ. അത് ഇവിടുത്തെ ഈ ഒരു കഥ നമുക്ക് നോക്കാം. ഇതെന്താണെങ്കില് പഞ്ചപാണ്ഡവര് വനവാസ കാലത്ത് അവരിങ്ങനെ യാത്ര വനത്തിലൂടെ യാത്ര ചെയ്യുന്ന വേളയില് അവർക്ക് ദാഹം വന്നു. അപ്പോൾ ഭീമസേനൻ ആദ്യം പോകുകയാണ് വെള്ളം അന്വേഷിച്ചിട്ട്. ബാക്കി എല്ലാ 6 പേരെയും അവിടെ ഇരുത്തി, ബാക്കി 5 പേരെയും അവിടെ ഇരുത്തിയിട്ട് പോകുകയാണ്. അങ്ങനെ യക്ഷപ്രശ്നാണത്. അപ്പോഴ് യക്ഷൻ ഒരു ജലാശയത്തിൽ നിന്ന് വെള്ളം എടുക്കാൻ നോക്കുമ്പോ ഒരു സരസ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് വെള്ളം എടുക്കാൻ നോക്കിയപ്പോ യക്ഷൻ പറഞ്ഞു, ഇവിടെ നിന്ന് വെള്ളം എടുക്കരുത് എന്ന് പറഞ്ഞു. അവരതൊന്നും കൂട്ടാക്കാതെ വെള്ളം എടുക്കാൻ പോയി മരിച്ചു. ഒരാൾ മരിച്ചു, രണ്ടാമത്തെ ആള് പോയി, രണ്ടാമത്തും ആളും, അങ്ങനെ 4 പേരും മരിച്ചു. ലാസ്റ്റ് യുധിഷ്ഠിരൻ ചെല്ലാണ്. യുധിഷ്ഠിരനും അന്വേഷിച്ച് ചെന്നു, സരസ് കണ്ടു, വെള്ളം അവിടെ എൻ്റെ സഹോദരങ്ങളൊക്കെ മരിച്ചുല്ലോ എന്ന് പറഞ്ഞിട്ട് ആകെ നിൽക്കുമ്പോൾ യക്ഷൻ വന്നു. യക്ഷൻ പറഞ്ഞു, ഞാൻ പറഞ്ഞതനുസരിക്കാതെ ഇവരെ ഇതിൽ നിന്ന് വെള്ളം എടുക്കാൻ പോയപ്പോഴാണ് ഞാനാണ് ഇവരെയൊക്കെ കൊന്നത് എന്ന് പറയാണ്. അപ്പൊ പറഞ്ഞു, അത് വലിയ കഷ്ടമായി പോയില്ലോ എന്ന് പറഞ്ഞു. എന്നാ ശരി, ഒരു കാര്യം ചെയ്തോളൂ, നിങ്ങൾ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും പരിഗണിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ശരി, ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. കഠിനമായ ചോദ്യങ്ങളായിരുന്നു. പക്ഷേ യുധിഷ്ഠിരൻ അതിനൊക്കെ മറുപടി പറയുന്നുണ്ട്. സൂര്യൻ ആരുടെ ആജ്ഞയാലാണ് ഉദിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. പറഞ്ഞു, പരമാത്മാവിന്റെ. മനുഷ്യന്റെ ശ്രേഷ്ഠനായ കൂട്ടുകാരൻ ആരാണ് എന്ന് ചോദിക്കുകയാണ്. ധൈര്യമാണ് എന്ന് യുധിഷ്ഠിരൻ. ഭൂമിയേക്കാൾ മഹത്വമുള്ളത് എന്തിനാണ് എന്ന് ചോദിച്ചു. പറഞ്ഞു, അമ്മയ്ക്കാണ്. ആകാശത്തേക്കാൾ ഉയർന്നത് എന്താണ് എന്ന് ചോദിക്കുമ്പോ പറയും, അച്ഛൻ എന്ന് പറയും, പിതാവ്. കാറ്റിനേക്കാൾ വേഗമുള്ളത് ഏതാണ് എന്ന് ചോദിക്കുമ്പോ മനസ്സ് എന്ന്. വിദേശത്ത് പോകുന്നവർക്ക് സഹായിയായിട്ട് കൂടെ ആരാ ഉണ്ടാവുക എന്ന് ചോദിക്കുമ്പോ പറയും, വിദ്യ ആണ്. ഏറ്റവും വലിയ പാത്രം ഏതാണ് എന്ന് ചോദിക്കും, പറയും ഭൂമിയാണ് എന്ന്. ഏതൊന്ന് പോയാൽ മനുഷ്യൻ ശ്രേഷ്ഠനാവും എന്ന് ചോദിക്കും, പറയും അഹങ്കാരം എന്ന്. ഒരാൾ ബ്രാഹ്മണനാവുന്നത് എങ്ങനെയാണ് എന്ന് ചോദിക്കും, പറയും ശീലം, സ്വഭാവം ഒക്കെ അനുസരിച്ചാണ് ബ്രാഹ്മണ്യം. ജീവന്റെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിക്കുകയാണ്. പറയും, ജനന മരണമില്ലാത്ത ആ ചേതനയെ അറിയണം, അതാണ് ജീവന്റെ ഉദ്ദേശം എന്ന് യുധിഷ്ഠിരൻ പറയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ആശ്ചര്യം ഏതാണ് എന്ന് ചോദിക്കുകയാണ്. പിന്നെയും കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചോദിക്കും ലാസ്റ്റ്, ഈ എന്താ പറയാ, ഈ ലോകത്തിൽ നമ്മുടെ ചുറ്റും കാണുന്നതില് ഏറ്റവും ആശ്ചര്യകരമായ ഒരു സംഗതി എന്താണ് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ യുധിഷ്ഠിരൻ പറയും, നമ്മുടെ കൺമുമ്പിൽ തന്നെ അനേകം പേര് മരിക്കുന്നുണ്ട്, എങ്കിലും നമ്മൾക്ക് മരണമില്ല എന്നുള്ള ആ ചിന്ത, അതാണ് ഏറ്റവും ആശ്ചര്യകരമായത് എന്ന് യുധിഷ്ഠിരൻ പറയും. അങ്ങനെ എല്ലാ മറുപടിയും കേട്ട് യക്ഷൻ പ്രസന്നനാവും. അങ്ങനെ ചോദിക്കും, ഏത് സഹോദരനെയാണ് ജീവിപ്പിച്ചു തരേണ്ടത് എന്ന് ചോദിക്കും. അപ്പോ പറയും, എനിക്ക് നകുലനെ ജീവിപ്പിച്ചാൽ മതി എന്ന് പറയും. അപ്പൊ ചോദിക്കും, ഭീമൻ, ഇത്ര ശക്തിമാനായ ഭീമനെ വേണ്ടേ, വില്ലാളി വീരനായ അർജുനനെ വേണ്ടേ എന്ന് ചോദിക്കും. അപ്പൊ പറയും, അതല്ല, എൻ്റെ അമ്മയ്ക്ക് ഞാൻ മകനായിട്ടുണ്ട്, മാതിരി അമ്മയ്ക്ക് മകനായിട്ട് ഒരാൾ വേണം, അതിനുവേണ്ടി അവരിൽ ഒരാളെയാണ്
നകുല സഹദേവന്മാരിൽ ഒരാളെ ജീവിപ്പിക്കണം എന്ന് പറയാണ്. അങ്ങനെയുള്ള ആ ധർമ്മിഷ്ഠനായിട്ടുള്ള യുധിഷ്ഠിരന്റെ മറുപടി കേട്ടിട്ട് എല്ലാ സഹോദരങ്ങളെയും ജീവിപ്പിക്കുകയാണ്. അതാണ് യക്ഷപ്രശ്നം. ആ കഥയാണ് ഇവിടെ. ഹരേ കൃഷ്ണ. 33. അർജുന ഉവാച യോയം യോഗസ്ത്വയാ പ്രോക്ത സാമ്യേന മധുസൂദന ഏതസ്യാഹം ന പശ്യാമി ചഞ്ചലത്വാത് സ്ഥിതിം സ്ഥിരാം. അർജുനൻ പറഞ്ഞു, ഹേ മധുസൂദന, അങ്ങ് പറഞ്ഞു തന്ന ഈ യോഗ പദ്ധതി അപ്രായോഗികമെന്നും ചഞ്ചല മനസ്കനായ എനിക്ക് താങ്ങാവതല്ലെന്നും തോന്നുന്നു. പറഞ്ഞു, യോഗ പദ്ധതികളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ പറയാണ്, എന്നെ പോലെ ഒരു ക്ഷത്രിയൻ ഇതൊക്കെ സാധിക്കുമോ കൃഷ്ണ എന്ന് ചോദിക്കുകയാണ്. ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ ഒന്നിനൊന്ന് അപ്പോ യോഗം, ആ മനസ്ഥിരത എനിക്ക് എന്നെ പോലുള്ളവർക്ക് സാധ്യമാണോ എന്ന് അർജുനനൊരു സംശയം. അന്ന് 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇന്ന് നമുക്കുള്ളതിനേക്കാൾ വളരെയധികം സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ട് അർജുനൻ ഈ യോഗ പദ്ധതി നിരാകരിച്ചു അല്ലെ. അന്ന് ഇത്രയ്ക്കൊന്നും കൺഫ്യൂസ്ഡ് അല്ല അല്ലെ. എന്താ പറയാ, ഈ ലോകം ഇത്രയൊന്നും കുഴപ്പം പിടിച്ചതൊന്നും ആയിരുന്നില്ല. എന്നിട്ട് പോലും യോഗ പദ്ധതി സാധ്യമാണോ എന്ന് അർജുനന് സംശയം. അദ്ദേഹം അത് അനുഷ്ഠിച്ചതായി ചരിത്രത്തിൽ എവിടെയും കാണുന്നില്ല. അതുകൊണ്ട് ഈ യോഗ പദ്ധതി കലിയുഗത്തിൽ അസാധ്യമായിട്ടാണ് കരുതേണ്ടത്. ദുർലഭം ചിലർക്ക് സാധിച്ചെന്ന് വരാമെങ്കിലും സാമാന്യ ജനങ്ങൾക്ക് ദുഷ്കരം തന്നെ. 5000 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള നില ഇങ്ങനെയായിരുന്നുവെങ്കിൽ ഇന്നത്തെ കഥ എന്ത്? ഇന്നിപ്പോ അന്തരീക്ഷം മുഴുവൻ കലുഷിതമാണ് അല്ലെ. എല്ലായിടത്തും കാപട്യം മാത്രാണ്. അങ്ങനെയൊക്കെ ഉള്ള അതിന്റെ ഇടയ്ക്ക് ജീവിക്കുന്ന മനുഷ്യർക്ക് ഈ യോഗ പദ്ധതി കൊണ്ടൊക്കെ സാധ്യമാവോ എന്ന് അർജുനന് സംശയമുണ്ട്. അപ്പൊ ഭഗവാനും എല്ലാം പറഞ്ഞു തരുന്നു, എല്ലാ വഴികളും അല്ലെ. നമുക്ക് യുക്തമായത് എന്താണെന്ന് നമുക്ക് ചിന്തിച്ച് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. 34. ചഞ്ചലം ഹിമന കൃഷ്ണ പ്രമാധിബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. മനസ്സ് ചഞ്ചലമാണ്, പ്രക്ഷുബ്ധമാണ്, വഴങ്ങാത്തതും ബലമേറിയതുമാണ് കൃഷ്ണ. അതിനെ നിയന്ത്രിക്കാൻ കാറ്റിനെ പിടിച്ചു നിർത്തുന്നതിനേക്കാൾ പ്രയാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പറയാണ്, എന്നെ പോലുള്ള ഒരു ക്ഷത്രിയന് ഇതൊക്കെ സാധിക്കോ? മനസ്സ് എപ്പോഴും ചഞ്ചലമായിട്ടല്ലേ ഇരിക്കുക. പ്രക്ഷുബ്ധമാണ്, വഴങ്ങാത്തതാണ്, ബലം കൂടിയതാണ് മനസ്സ്. അതുകൊണ്ട് അതിനെ നിയന്ത്രിക്കാൻ കാറ്റിനെ പിടിച്ചു നിർത്തുന്നതിനേക്കാളും ദുഷ്കരമല്ലേ? അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയാണ്. ഇന്നത്തെ ഇപ്പൊ ആൾക്കാർക്ക് എപ്പോഴും മനസ്സിങ്ങനെ കലുഷിതമായിട്ട് കൊണ്ടിരിക്കും അല്ലെ. റിഗ്രറ്റ് അബൌട്ട് പാസ്റ്റ്, ഈഗർ അബൌട്ട് ഫ്യൂച്ചർ അല്ലെ, ആങ്സൈറ്റി ഓഫ് പ്രസൻസ്, അങ്ങനെ കംഫർട്ടബിളി മിസറബിൾ ആണ് എല്ലാ ആൾക്കാരും അല്ലെ. അപ്പൊ എപ്പോ നോക്കിയാലും അവർക്ക് ഈ എന്താ പറയാ, പ്രഷറാ അല്ലെ, ടെൻഷനാ. ഒരാൾക്ക് ഒരു സ്വസ്ഥതയില്ല, പ്രശാന്തമായിട്ടുള്ള ഒരു അവസ്ഥ അത് ഉണ്ടാവണമെന്നേ ഇല്ല ഇന്നത്തെ കാലം അല്ലെ. ആഞ്ഞടിക്കുന്ന കാറ്റിനെ പിടിച്ചു നിർത്താൻ ആർക്കും കഴിയില്ല. പ്രക്ഷുബ്ധമായ മനസ്സിനെ പിടിച്ചു നിർത്താൻ അതിലും അധികം പ്രയാസമുണ്ട്. ചൈതന്യ മഹാപ്രഭു നിർദ്ദേശിക്കുന്നത് പോലെ ഹരേ കൃഷ്ണ എന്ന മോക്ഷദായക മഹാമന്ത്രം ഏറ്റവും വിനയത്തോടെ ജപിക്കുക മാത്രമാണ് മനോനിയന്ത്രണത്തിന് ഏറ്റവും പ്രയാസം കുറഞ്ഞ ഉപായം. തന്റെ മനസ്സ് പൂർണ്ണമായി കൃഷ്ണനിൽ അർപ്പിക്കുക. എന്നാൽ മാത്രമേ മനസ്സിനെ അലട്ടുന്ന മറ്റു പ്രവൃത്തികളെല്ലാം ഇല്ലാതാവുകയുള്ളൂ. ചൈതന്യ മഹാപ്രഭു എന്താണ് മോക്ഷദായകമായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത്? എന്താ നിർദ്ദേശിച്ചിട്ടുള്ളത് എല്ലാവരോടും? ഈ കലിയുഗത്തില് ഈ വിനയത്തോടെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കണം അല്ലെ. അതാണ് മനോനിയന്ത്രണത്തിന് ഏറ്റവും എളുപ്പത്തിലുള്ള ഉപായം അല്ലെ. തന്റെ മനസ്സ് പൂർണ്ണമായിട്ട് ഭഗവാനിൽ അർപ്പിക്കുക. എന്നാൽ മാത്രാണ് ഈ മനസ്സിനെ അലട്ടുന്ന കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടാവുള്ളൂ എന്ന് പറയാണ്. നമ്മൾ പഠിച്ചു, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക, ABCD ഫോർമുല ഫോളോ ചെയ്യുക അല്ലെ. 4 റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾസ്: നോ മീറ്റ് ഈറ്റിംഗ്, നോ ഗാംബ്ലിംഗ്, നോ ഇൻടോക്സിക്കേഷൻ, നോ ഇല്ലിസിറ്റ് സെക്സ്. അങ്ങനെ 4 റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾസിൽ ഉറച്ചു നിന്ന് ജീവിക്കുക അല്ലെ. ഇപ്പോ എന്താ പറയാ, എംപ്റ്റി മൈൻഡ് ഈസ് ഡെവിൾസ് വർക്ക്ഷോപ്പ് എന്ന് പണ്ടേ നമുക്ക് കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കുക. ഒന്നല്ലെങ്കിലോ മറ്റൊന്നില് ഭഗവാന്റെ ഓരോ സേവനങ്ങളിൽ നമ്മൾ എങ്ങനെ എന്താ പറയാ, കർമ്മനിരതനായിക്കൊണ്ട് ഇരിക്കണം.
ശ്രീ ഭഗവാനുവാച. അപ്പൊ മനസ്സിനെ പിടിച്ചു നിർത്താൻ വലിയ ബുദ്ധിമുട്ടാണ് കൃഷ്ണ എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഭഗവാൻ അതിന് മറുപടി പറയാണ്. 35-ാമത്തെ ശ്ലോകം. ശ്രീ ഭഗവാനുവാച അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം അഭ്യാസേന തു കൗന്തേയ വൈരാഗ്യേണ ച ഗൃഹ്യത്തെ. പറയാണ് ഭഗവാൻ. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഹേ മഹാബാഹുവായ കുന്തിപുത്ര, അസ്ഥിരമായ മനസ്സിനെ അടക്കുക എന്നത് തീർച്ചയായും ദുഷ്കരമാണ്. എന്നാൽ യുക്തമായ പരിശീലനം കൊണ്ടും നിസ്സംഗത കൊണ്ടും അത് സാധിക്കാവുന്നതാണ്. അതൊക്കെ ശരിയാണ് അർജുന. മനസ്സിനെയൊക്കെ അടക്കുക എന്ന് പറഞ്ഞാൽ വലിയ ടഫ് തന്നെയാണ് എന്ന് പറയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്. യുക്തമായ പരിശീലനം കൊണ്ടും നിസ്സംഗത കൊണ്ടും അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേണ ഗൃഹ്യതേ എന്നാ ഭഗവാൻ പറയണേ. അഭ്യാസം, ആ പരിശീലനം കൊണ്ടും നിസ്സംഗത കൊണ്ടും അത് സാധിച്ചെടുക്കാം, മനസ്സിനെ അടക്കി വെക്കാൻ പറ്റും എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. കൃഷ്ണനെ പറ്റി എത്ര കണ്ട് കേൾക്കുന്നുവോ അത്ര കണ്ട് വിജ്ഞാനം ഉണ്ടാകുന്നതാണ്. കൃഷ്ണനിൽ നിന്ന് മനസ്സിനെ പിന്തിരിപ്പിക്കുന്ന ഏതിലും അയാൾക്ക് വിരക്തി തോന്നുകയും ചെയ്യും. അപ്പൊ ഭഗവാനെ കുറിച്ച്, ഭഗവാന്റെ നാമം, രൂപം, ഗുണങ്ങള്, ലീലകള് ഇതൊക്കെ സ്മരിച്ച് കൊണ്ടിരുന്ന ആ മനസ്സ് പിന്നെ കൺട്രോളിൽ വരും അല്ലേ. വേറെ എവിടെയും പോവില്ല. അപ്പോ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ അയാൾക്ക് വിരക്തി തോന്നുകയും ചെയ്യും. ഹരേ കൃഷ്ണ. 36. അസംയദാത്മന യോഗോ ദുഷ്പ്രാപ ഇതി മേ മതി വശ്യാത്മനാ തു യതഥാ ശക്യോ വാപ്തുമുപായത. മനോനിയന്ത്രണമില്ലാത്തവന് ആത്മസാക്ഷാത്കാരം പ്രയാസമേറിയതാണ്. മനസ്സിനെ കീഴടക്കി വേണ്ടും വിധത്തിൽ ശ്രമിക്കുന്നവനാകട്ടെ അതിൽ വിജയം നിശ്ചയമാണ് താനും. ഇതാണ് എൻ്റെ അഭിപ്രായം. പറയാണ്, മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത ആൾക്കുണ്ടല്ലോ, ഭക്തിയിൽ പുരോഗമിക്കാനൊക്കെ വലിയ വിഷമം തന്നെയായിരിക്കും. മനസ്സിനെ കീഴടക്കി വേണ്ടും വിധത്തിൽ ശ്രമിക്കുന്നവനോ അതിൽ വിജയം സുനിശ്ചിതമാണ് അല്ലെ. ആത്മസാക്ഷാത്കാര പാതയില് വിജയം നേടുക തന്നെ ചെയ്യും മനസ്സിനെ കീഴടക്കാൻ സാധിച്ചാല്. അതാണ് ഭഗവാന്റെ അഭിപ്രായം എന്ന് ഭഗവാൻ പറയാണ്. അപ്പൊ എന്ത് വേണം? മനോനിയന്ത്രണം വേണം അല്ലെ. മനോനിയന്ത്രണം ഇല്ലാത്തവന് ആത്മസാക്ഷാത്കാരം വളരെ ടഫായിരിക്കും. മനസ്സിനെ കീഴടക്കിയ വേണ്ടും വിധത്തിൽ പരിശ്രമിച്ചാല് ആത്മസാക്ഷാത്കാരം സുനിശ്ചിതമാണ്. ഇതാണ് ഭഗവാൻ അഭിപ്രായപ്പെടുന്നത്. ഭൗതിക സുഖങ്ങളിൽ മനസ്സ് മുഴുകിയിരിക്കുമ്പോൾ യോഗാനുഷ്ഠാനത്തിന് യത്നിക്കുന്നത് മുകളിൽ വെള്ളമൊഴിച്ചുകൊണ്ട് ചുവട്ടിൽ തീ കൊളുത്തുവാൻ പാടുപെടുന്നത് പോലെയാണ്. അപ്പോ ഒരു ചെടി, ഒരു സംഗതിക്ക് ഇങ്ങനെ മുകളിൽ വെള്ളം ഒഴിക്കുക, പിന്നെ ചുവട്ടിൽ തീ കത്തിച്ചാല് എന്താവും സ്ഥിതി അല്ലേ? പ്രയോജനമില്ല ആ പ്രവൃത്തികളെ കൊണ്ട്. അതുപോലെയാണ് ഭൗതിക സുഖങ്ങളിൽ മുഴുകുകയും ചെയ്യുക, എന്നിട്ട് യോഗാനുഷ്ഠാനത്തിന് ശ്രമിക്കുകയും ചെയ്യുക. രണ്ടും സക്സസ് ആവില്ല അല്ലെ. രണ്ടും വിഫലായ ജോലിയാവും. അപ്പോ മനോനിയന്ത്രണം ഇല്ലാത്ത യോഗാനുഷ്ഠാനം സമയം പാഴാക്കലല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറയാണ്. ഇപ്പൊ ഏറ്റവും ആദ്യം എന്തേ വേണ്ടത്? മനോനിയന്ത്രണാണ് വേണ്ടത്. അതിനുള്ള കാര്യങ്ങള് ചൈതന്യ മഹാപ്രഭു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. നമ്മുടെ ആത്മീയ ഗുരു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ABCD ഫോർമുല, 4 റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുക. അങ്ങനെയൊക്കെ വരുമ്പോ നല്ല പോലെ മനോനിയന്ത്രണം സാധ്യമാവും. ഇനി വിജയിക്കാത്ത യോഗിയുടെ ലക്ഷ്യസ്ഥാനം എന്താണ് എന്ന് 37 മുതൽ 45 വരെ ശ്ലോകങ്ങളിൽ പറയാണ്. അർജുന ഉവാച അയതി ശ്രദ്ധയോ വേദോ യോഗാചലിതമാനസ അപ്രാപ്യ യോഗ സംസിദ്ധിം കാം ഗതിം കൃഷ്ണ ഗച്ഛതി. അർജുനൻ പറഞ്ഞു, അല്ലയോ കൃഷ്ണ, വിജയം പ്രാപിക്കാത്ത അതീന്ദ്രിയ ജ്ഞാനിയുടെ ഗതി എന്ത്? ആരംഭത്തിൽ വിശ്വാസപൂർവം ആത്മസാക്ഷാത്കാരത്തിനുള്ള പദ്ധതി കൈക്കൊള്ളുകയും പിന്നീട് ലൗകിക വാസനകളിൽ വഴിതെറ്റിക്കപ്പെട്ട് യോഗത്തിന്റെ പരിപൂർണതയിൽ എത്താതെ പിന്മാറുകയും ചെയ്യുന്ന യോഗിക്ക് എന്തു സംഭവിക്കും? അപ്പൊ ചോദിക്കാണ് അർജുനൻ, ഈ വിജയം പ്രാപിക്കാത്ത യോഗികള് യോഗ പ്രാക്ടീസ് ചെയ്യാനൊക്കെ തുടങ്ങും, പക്ഷെ അതിന്റെ പരിപൂർണതയിൽ കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനെ ഇടയ്ക്ക് വെച്ചിട്ട് വഴി മാറിപ്പോകുന്നവന്റെ സ്ഥിതി എന്താണ് കൃഷ്ണ എന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെ പരിപൂർണതയിൽ എത്താതെ പിന്മാറുക, അങ്ങനെയുള്ള യോഗിക്ക് എന്താണ് സംഭവിക്കുക
എന്ന്. ലൗകിക വാസനകൾ വരുമ്പോഴാണ് അല്ലെ യോഗ പദ്ധതിയിൽ നിന്നൊക്കെ നമ്മൾ വ്യതിചലിക്കണത്. അപ്പൊ അങ്ങനെയുള്ളവരുടെ ഗതി എന്താണ് എന്ന് അർജുനൻ ഭഗവാനോട് ചോദിക്കുകയാണ്. കച്ചിന്നോ ഭയവിഭ്രഷ്ട ഛിന്നാഭ്രമിവ നശ്യതി അപ്രതിഷ്ഠോ മഹാബാഹോ വിമൂഢോ ബ്രഹ്മണപതി. ഹേ മഹാബാഹോ കൃഷ്ണ. അപ്പൊ അർജുനനെയാണ് മഹാബാഹോ എന്ന് വിളിച്ചോണ്ടിരുന്നത് അല്ലെ. ഇപ്പോ അർജുനൻ ഭഗവാനെ വിളിക്കുകയാണ്. അങ്ങനെ അതീന്ദ്രിയതയുടെ മാർഗത്തിൽ നിന്ന് ഭ്രഷ്ടനായി തീർന്ന ഒരാൾ ഭൗതികമായോ ആധ്യാത്മികമായോ ഉത്കർഷം നേടാനാവാതെയും ഒരിടത്തും സ്ഥാനമില്ലാതെയും ഛിന്ന ഭിന്നമായ പോയ മേഘത്തെ പോലെ നശിക്കുമോ ചോദിക്കുകയാണേ ഭഗവാനെ. ഈ അതീന്ദ്രിയതയുടെ മാർഗത്തിൽ നിന്ന് ഭ്രഷ്ടനായി ഭൗതിക സുഖങ്ങളിലേക്ക് വീണ്ടും വീണുപോയി അധപ്പതിച്ചു പോയി എന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള ഒരാള് ഭൗതികമായോ ആധ്യാത്മികമായോ ഉത്കർഷം നേടാനാവാതെ അല്ലെ ഒരിടത്തും ഇല്ലാണ്ട് ഭൗതികതയിലും ഇല്ല ആധ്യാത്മികതയിലും ഇല്ലാത്ത രീതിയിൽ ഒരിടത്തും സ്ഥാനമില്ലാതെയും ഛിന്ന ഭിന്നമായി പോയ മേഘത്തെ പോലെ നശിക്കുമോ എന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ മനസ്സ് ലൗകികതയില് ചേർന്നിരിക്കും അല്ലെ. യോഗാനുഷ്ഠാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അപ്പൊ ഇതുവരെ അനുഭവിച്ച സുഖങ്ങള് എത്ര സമയമുണ്ടായി എന്ന് ചിന്തിക്കാൻ സാധിക്കണം അല്ലെ. സ്വയം ശുദ്ധീകരിക്കണം. ദുസ്വഭാവങ്ങള് സ്വയം നമ്മൾ മാറ്റിയെടുക്കണം. മനസ്സ് ലോക വിഷയങ്ങളിൽ നിന്ന് അഭ്യാസത്തിലൂടെ വിട്ടുവരും. അത് യോഗാവസ്ഥ അപ്പോഴേ സാധ്യമാവുള്ളൂ. അതല്ലാതെ ഒരു മാർഗവും ഇതിനില്ല. അതാണ് ഇവിടെ പറയണേ. മേഘം ഛിന്ന ഭിന്നമായ മേഘത്തെ പോലെ ആവോ അയാളുടെ ഗതി എന്താണ് എന്നാണ് അർജുനൻ അറിയേണ്ടത്. തന്മേ സംശയം കൃഷ്ണ ഛേതുമർഹസ്യ ശേഷത ത്വധന്യ സംശയസ്യ ചേതാനഹ്യുപപദ്യതേ. അല്ലയോ കൃഷ്ണ, ഇതാണ് എന്റെ സംശയം. അങ്ങ് തന്നെ ഇത് പൂർണ്ണമായും തീർത്തു തരണം. അങ്ങയെ അല്ലാതെ ഈ സംശയം അകറ്റാൻ കഴിവുള്ളതായിട്ട് ആരെയും ഞാൻ കാണുന്നില്ല. അപ്പോ പറയാണ് ഭഗവാനെ, അങ്ങ് തന്നെ ഈ സംശയത്തിന് ഒരു അറുതി വരുത്തി തരണം. വേറെ ആരോടും എനിക്ക് ചോദിക്കാനില്ല എന്ന് അർജുനൻ പറയാണ്. ഭൂതം വർത്തമാനം ഭാവി മൂന്നിനെയും അറിയണ ആള് അല്ലെ. എല്ലാവരുടെയും എല്ലാ ജീവികളുടെയും പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചർ എല്ലാം ഭഗവാനെ മാത്രമാണ് അറിയണത്. അപ്പോ ഭഗവാനാണ് ഇതിനൊക്കെ മറുപടി പറയാനുള്ള അധികാരിയായിട്ടുള്ള ആള്. ഹരേ കൃഷ്ണ. അപ്പൊ ഭഗവാൻ മറുപടി പറയാണ്. 40-ാമത്തെ ശ്ലോകം. ശ്രീ ഭഗവാനുവാച പാർത്ഥ നൈവേഹ നാമുത്ര വിനാശസ്തസ്യ വിദ്യതേ നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താത ഗച്ഛതി. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഹേ പാർത്ഥ, മംഗളകരങ്ങളായ കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആധ്യാത്മിക ജ്ഞാനിക്ക് ഈ ലോകത്തിലാകട്ടെ ആത്മീയ ലോകത്തിലാകട്ടെ നാശമില്ല. സുഹൃത്തെ, നന്മ ചെയ്യുന്നവന് ഒരിക്കലും ദുർഗതി സംഭവിക്കാൻ വയ്യ. പറയാണ്, മംഗളകരമായിട്ടുള്ള നല്ല കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആധ്യാത്മിക ജ്ഞാനിയായ ഒരാൾക്ക് ഈ ലോകത്തിലും ആത്മീയ ലോകത്തിലും ഒന്നും നാശം സംഭവിക്കില്ല. നന്മ ചെയ്യുന്നവന് ദുർഗതി ഉണ്ടാവോ അല്ലേ? അതാണ് ഭഗവാൻ ഇതിന് മറുപടിയായിട്ട് പറഞ്ഞത്. അപ്പോ ഭഗവാനെ ധ്യാനിക്കുന്നത് നമ്മൾ എങ്ങനെ വേണം ധ്യാനിച്ച് സങ്കല്പിക്കാൻ? സർവാംഗ സുന്ദരനായിട്ട് സർവ ആഭരണ വിഭൂഷിതനായിട്ട് അല്ലെ, പ്രസന്നമുഖനായിട്ട് ഭഗവാനെ ധ്യാനിക്കാം. പാദം മുതൽ ഓരോ അംഗത്തെയും സമഗ്രമായിട്ട് ധ്യാനിക്കണം. അങ്ങനെ മന്ദഹാസ സുന്ദരമായിട്ടുള്ള മുഖത്ത് ധ്യാനം എത്തിയാൽ പിന്നെ നമ്മുടെ മനസ്സിനെ അവിടെ തന്നെ നിർത്തണം. ഇത്രയും ചെയ്താൽ മതി. സ്വാഭാവികമായി മനസ്സ് ശാന്തമായിട്ട് പര്യവസാനിക്കും. നിത്യാനന്ദം പ്രകാശിക്കാൻ തുടങ്ങും. ഇപ്പോ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഈ എന്താ പറയാ, ഭഗവാൻ പറഞ്ഞു തരികയാണ്, ഈ മംഗളകരമായിട്ടുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടുക. അങ്ങനെ വേണം മനസ്സില് നന്മകൾ കൊണ്ടുവരാൻ. ഭാഗവതം ഉറപ്പു തരുന്നത് പരാജിതനായ യോഗിക്ക് വിഷമിക്കേണ്ടതില്ലെന്നാണ്. വിഹിതമായ കർമ്മം വേണ്ടും വിധം അനുഷ്ഠിക്കാതിരിക്കുന്നതിന്റെ ദുഷ്ഫലം അനുഭവിക്കേണ്ടി വന്നാൽ പോലും അയാൾക്ക് നഷ്ടമില്ല. തിന്മകൾ ചെയ്താൽ അതിന്റെ ദുഷ്ഫലം നമ്മൾ തന്നെ അനുഭവിക്കേണ്ടിയൊക്കെ വരും. പക്ഷെ അയാൾക്ക് നഷ്ടപ്പെടാനില്ല. കാരണം മംഗളകരമായ കൃഷ്ണാവബോധം ഒരിക്കലും മാഞ്ഞു പോകുന്നതല്ല. ഒരിക്കലും കൃഷ്ണാവബോധത്തിൽ എത്തിയ ആള് പിന്നീട് ചിലപ്പോ എന്തെങ്കിലും സാഹചര്യത്താൽ വഴി മാറിയാലും അത് മാഞ്ഞു പോകുന്നില്ല. ആ കൃഷ്ണപ്രേമം ഉള്ളിലുണ്ട്.
അതിൽ മുഴുകിയവൻ അടുത്ത ജന്മത്തിൽ നീചകുലത്തിൽ പിറന്നാൽ കൂടി കൃഷ്ണാവബോധത്തോടെയുള്ള പ്രവർത്തനം തുടരും. അങ്ങനെ ഒരിക്കൽ കൃഷ്ണാവബോധത്തിൽ എത്തിയ ആള് പിന്നെ എന്തായാലും അധപ്പതിക്കില്ല. പിന്നീട് ഒരു ജന്മം വേണ്ടി വരും. പിന്നീട് ജന്മത്തില് നീചകുലത്തിൽ പിറന്നു എന്ന് വെച്ചാൽ പോലും വീണ്ടും ഭക്തി പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം ഒക്കെ വന്നു ചേരും. അങ്ങനെ അതില് പരമപദം പ്രാപിക്കാനുള്ള സാധ്യതയുണ്ട്. 41 പ്രാപ്യ പുണ്യകൃതാം ലോകാൻ ഉഷിത്വാ ശാശ്വതി സമ ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോഭിജായത്തെ. അങ്ങനെ യോഗത്തിൽ പരാജിതനാകുന്നയാൾ പുണ്യം ചെയ്തവർക്കായുള്ള ഉപരി ലോകങ്ങളിൽ ആനന്ദം അനുഭവിച്ചുകൊണ്ട് അസംഖ്യം സംവത്സരങ്ങൾ വാണതിനു ശേഷം നീതിനിഷ്ഠയുള്ള പുണ്യാത്മാക്കളുടെയോ ധനികരുടെയോ കുടുംബങ്ങളിൽ വീണ്ടും പിറക്കുന്നു. അങ്ങനെ പകുതി വെച്ചിട്ടൊക്കെ യോഗം അവസാനിപ്പിച്ച് വരേണ്ടി വന്ന പൂർണ്ണതയിൽ എത്തിയില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. നെക്സ്റ്റ് ജന്മത്തിൽ അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാനും പരിപൂർണതയിൽ എത്തിക്കാനും പറ്റും. ഇത്തരം കുടുംബങ്ങളിൽ ജനിച്ചവർ ഈ സൗകര്യങ്ങൾ ഉപയോഗിച്ച് കൃഷ്ണാവബോധത്തിലേക്ക് സ്വയം ഉയരാൻ ശ്രമിക്കേണ്ടതാണ്. 42 അഥവാ യോഗിനാമേവ കുലേ ഭവതി ധീമതാം ഏതദ്ധി ദുർലഭതരം ലോകേ ജന്മയതീദൃശം. അല്ലെങ്കിൽ ഏറെക്കാലം യോഗാനുഷ്ഠാനം ചെയ്തിട്ടും അതിൽ വിജയിക്കാതിരുന്നാൽ അഭിജ്ഞരായ അതീന്ദ്രിയ യോഗികളുടെ കുലത്തിൽ പിറന്നു എന്ന് വരാം. തീർച്ചയായും ഈ ലോകത്തിൽ അത്തരത്തിലുള്ള ജന്മം സുദുർലഭമാണ്. അപ്പോ പിന്നെ കുറച്ചൊക്കെ ചെയ്തു യോഗാനുഷ്ഠാനം, പിന്നെ മുഴുമിപ്പിച്ചില്ല എന്നുണ്ടെങ്കിലും പിന്നീടുള്ള ജന്മം എവിടെയായിരിക്കും? അതീന്ദ്രിയ യോഗികളുടെയൊക്കെ കുലത്തിലാവാം. എന്നിട്ട് അത്തരത്തിലുള്ള ജന്മം ദുർലഭമാണ് ഇവിടെ. അങ്ങനെ നല്ല കുലത്തിൽ ജനിച്ച് അപ്പൊ ചെറുപ്പം മുതലേ നമുക്ക് ആരംഭം മുതൽ തന്നെ ഭക്തി പ്രാക്ടീസ് ചെയ്യാം. എന്നിട്ട് പരിപൂർണതയിലെത്താൻ സാധിക്കും എന്ന് ഭഗവാൻ പറയാണ്. മഹാജ്ഞാനികളായ യോഗികളുടെ അഥവാ അതീന്ദ്രിയ ജ്ഞാനികളുടെ കുലത്തിലുള്ള ജനനത്തെ ഭഗവാൻ പ്രശംസിക്കുന്നത് അങ്ങനെ ജനിക്കുന്ന ഒരു കുട്ടിക്ക് ജീവിത ആരംഭം മുതൽക്ക് ആധ്യാത്മിക പ്രവണത ഉണ്ടാകുമെന്നതുകൊണ്ടാണ്. വിശേഷിച്ച് ആചാര്യരുടെയും ഗോസ്വാമികളുടെയും ഒക്കെ കുടുംബങ്ങളിൽ ജനിക്കാനുള്ള അവസരങ്ങള് ഭഗവാൻ നൽകും. 43 തത്രതം ബുദ്ധി സംയോഗം ലഭതേ പൗർവദേഹികം യതതേ തതോ ഭൂയ സംസിദ്ധ കുരുനന്ദന. കുരുനന്ദന, അങ്ങനെ വീണ്ടും പിറക്കുമ്പോൾ യോഗിക്ക് മുൻ ജന്മത്തിലെ ദിവ്യ അവബോധം തിരിച്ചു കിട്ടുന്നു. ആധ്യാത്മികമായി പൂർണ്ണ വിജയം നേടാൻ അയാൾ പ്രയത്നം തുടരുന്നു. അങ്ങനെയുള്ള ആൾക്ക് അടുത്ത മുൻ ജന്മത്തിലെ ആധ്യാത്മിക ജ്ഞാനമൊക്കെ ഓർമ്മ വരും. അത് പിന്നെ തുടർന്ന് ചെയ്തുകൊണ്ട് പോയാൽ മതി. മുജ്ജന്മത്തിലെ അതീന്ദ്രിയ അവബോധം പുനരുജ്ജീവിപ്പിക്കുന്നതിന് കിട്ടുന്ന നല്ല ജനനത്തിന് ഉദാഹരണം എത്ര? ഒരു വിശിഷ്ട ബ്രാഹ്മണ കുലത്തിൽ തന്റെ 3ാം ജന്മമെടുത്ത ഭരത മഹാരാജാവ് അങ്ങനെയായിരുന്നു. ജഡഭരതന, ആദ്യം രാജാവായി, പിന്നെ മാനായി, പിന്നെ ജഡഭരതനായി, അല്ലെ? പരിപൂർണതയിലെത്താൻ സാധിച്ചു. 44 പൂർവാഭ്യാസേന തേനൈവ ഹ്രിയതേ ഹ്യവശോഭിസ ജിജ്ഞാസുരഭിയോഗസ്യ ശബ്ദ ബ്രഹ്മാതിവർത്തതേ. മുജന്മത്തിൽ സിദ്ധിച്ച ദിവ്യ അവബോധത്താൽ എങ്ങും തേടി പോകാതെ തന്നെ അയാൾ സ്വാഭാവികമായി യോഗ സിദ്ധാന്തത്തിൽ ആകൃഷ്ടനായി തീരും. ജിജ്ഞാസുവായ ആ യോഗി ആചാരനിഷ്ഠങ്ങളായ ധർമ്മശാസ്ത്ര പ്രമാണങ്ങൾക്ക് അതീതനാണ്. അപ്പോ ഈ മുൻ ജന്മത്തിലെ ദിവ്യ അവബോധം ഉണ്ടായ ആള് കുട്ടിയായിരിക്കുമ്പോ തന്നെ ഇവിടെ കണ്ടോ, ഗുരുകുലത്തിലെ കൊച്ചുകുട്ടികള്, അല്ലെ? അവർക്ക് ആ അതീന്ദ്രിയതയിൽ ഒന്ന് മാറാൻ ഇഷ്ടമില്ല, അല്ലെ? അവരെപ്പോഴും ഭക്തി സേവനമാണ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് അങ്ങനെയുള്ള ജന്മങ്ങള്. ഹരിദാസ് ഠാക്കൂർ ഒരു മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചത്. അദ്ദേഹത്തെ ചൈതന്യ ഭഗവാൻ നാമാചാര്യൻ എന്ന പദത്തിലേക്ക് ഉയർത്തി. ഈ തിരുനാമങ്ങൾ നിരന്തരം ഉരുവിട്ടു പോരുന്നത് കൊണ്ട് മുൻ ജന്മത്തിൽ അദ്ദേഹം വേദോക്തങ്ങളായ ക്രിയാപദ്ധതികളെയും മറ്റും ഇവയെ ശബ്ദബ്രഹ്മപദത്താൽ സൂചിപ്പിക്കുന്നു, മറ്റും അനുഷ്ഠിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഇപ്പൊ ഏത് കുലത്തിൽ ജനിച്ചു എന്നല്ല, അല്ലെ? ആധ്യാത്മിക ജ്ഞാനം കഴിഞ്ഞ ജന്മത്തിൽ ഉണ്ടെങ്കിൽ ഈ ജന്മത്തിൽ അതിന്റെ ബോധ്യം, സ്മരണ കിട്ടും. ഹരേ കൃഷ്ണ. 45 പ്രയത്നാദ്യതമാനസ്തു യോഗി സംശുദ്ധ കിൽബിഷ അനേക ജന്മ സംസിദ്ധിസ്തതോ യാതി പരാം ഗതിം. സർവകൽമഷങ്ങളും നീങ്ങി തുടർന്ന് മുന്നോട്ട് പോകാൻ ആത്മാർത്ഥമായി യത്നിച്ചു കൊണ്ടിരിക്കുന്ന യോഗിക്ക് അനേക ജന്മങ്ങളിലെ പരിശീലനത്തിനു ശേഷം പരിപൂർണത നേടി പരമലക്ഷ്യത്തിലെത്താം.
അപ്പോ യത്നിച്ചുകൊണ്ടിരിക്കണം നമ്മൾ, അല്ലെ? മനസ്സ് ഉണ്ടാവണം, ചിത്തശുദ്ധി ഉണ്ടാവണം. പിന്നെ മുന്നോട്ട് പോകാനുള്ള ആത്മാർത്ഥമായ പരിശ്രമം വേണം നമ്മുടെ ഭാഗത്തുനിന്ന്. അങ്ങനെയുള്ള ഒരാൾക്ക് ഈ ജന്മത്തിൽ അല്ലെങ്കിൽ കുറെ ജന്മങ്ങൾക്ക് ശേഷമെങ്കിലും പരിപൂർണതയിലെത്താൻ സാധിക്കും എന്ന് പറയാണ്. സർവ കൽമഷങ്ങളും അകന്ന പരിപൂർണ അവസ്ഥ അതേതാണ്? കൃഷ്ണാവബോധമാണ്. സർവ കൽമഷങ്ങളും അകന്ന പരിപൂർണ അവസ്ഥയാണ് കൃഷ്ണാവബോധം. ഹരേ കൃഷ്ണ. അപ്പോ അത്യുത്തമ യോഗി ആരാണ് എന്ന് 46ഉം 47ഉം പറയാണ്. തപസ്വിഭ്യോധികോ യോഗി ജ്ഞാനിഭ്യോ ഭീമതോധിക കർമ്മിഭ്യശ്ചാധികോ യോഗി തസ്മാത് യോഗി ഭവാർജുന. തപസ്വിയേക്കാൾ ശ്രേഷ്ഠനത്രേ യോഗി. ജ്ഞാനികളെക്കാളും ഫലേച്ഛയോടെ കർമ്മം ചെയ്യുന്നവരെക്കാളും ശ്രേഷ്ഠനാണ് അദ്ദേഹം. അതുകൊണ്ട് അല്ലയോ അർജുന, ഏതു സാഹചര്യത്തിലും യോഗത്തിൽ ഉറച്ചു നിൽക്കുക. തപസ് ചെയ്യാൻ പോകുന്നവരെക്കാളും ശ്രേഷ്ഠനായിട്ടുള്ളത് യോഗി തന്നെയാണ്. ജ്ഞാനികളെക്കാളും ഫലേച്ഛയോടെ കർമ്മം ചെയ്യുന്നവരെക്കാളും ഒക്കെയും ശ്രേഷ്ഠനായിട്ടുള്ളത് യോഗി തന്നെയാണ്. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും യോഗത്തിൽ ഉറച്ചു നിൽക്കണം എന്ന് അർജുനനോട് പറയാണ്. ആഹാരാദികൾ പോലും വെടിഞ്ഞ് ഭഗവാനെ മാത്രം മനസ്സിൽ വെച്ച് ഉപവാസം ചെയ്യുന്നവര് ഉണ്ട്, അല്ലേ? ഭഗവാനിൽ മനസ്സ് വെക്കാം, ഭഗവാനെ അനുഭവിക്കാൻ സാധിക്കും. ആചാരാനുഷ്ഠാനത്തിന് മാത്രം ശ്രദ്ധ കൊടുത്തിട്ട് കാര്യമില്ല എന്നാണ്. സർവ കൽമഷം അതെ. യോഗികളിൽ പോലും യുക്ത തമനായത് ആരാണ് എന്ന് പറയാണ്. യോഗികൾ ശ്രേഷ്ഠരാണ് എന്ന് പറഞ്ഞു. എന്നാൽ യോഗികളിൽ വെച്ച് യുക്ത തമൻ ആരാണ്? അതാ ഇവിടെ പറയണേ 47. യോഗിനാമപി സർവേഷാം മദ്ഗതേനാന്തരാത്മന ശ്രദ്ധാവാൻ ഭജതേ യോമാം സമേ യുക്തതമോ മത. പൂർണ്ണ വിശ്വാസത്തോടെ എപ്പോഴും എന്നിൽ തന്നെ നിലകൊള്ളുകയും എന്നെ തന്നെ ധ്യാനിച്ചുകൊണ്ട് പ്രേമപൂർവം എന്റെ ദിവ്യ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവനാണ് എല്ലാ യോഗികളിലും വെച്ച് അത്യുത്തമ യോഗിയും എന്നോട് ദൃഢതമമായി യോഗത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നവനും. ഇതാണ് എന്റെ അഭിപ്രായം. എന്താ ഭഗവാന്റെ അഭിപ്രായം? പൂർണ്ണ വിശ്വാസത്തോടെ എപ്പോഴും ഭഗവാനില് നിലകൊള്ള, ഭഗവാനെ തന്നെ ധ്യാനിച്ച് പ്രേമപൂർവം ഭഗവാന്റെ ദിവ്യ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് എല്ലാ യോഗികളിലും വെച്ച് അത്യുത്തമ യോഗി. അയാളാണ് ഭഗവാനുമായി ദൃഢതമമായിട്ട് യോഗത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നവൻ. ഇതാണ് ഭഗവാന്റെ അഭിപ്രായം. ഇപ്പൊ ഭഗവാൻ പറയുന്നതില് അല്ലെ, ഗുരുവാക്യങ്ങളില് ശ്രദ്ധയുള്ള അല്ലെ, ഭഗവാൻ അങ്ങനെയുള്ള ആളെ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ആള് എന്ന നിലയില്, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആള് ഭഗവാൻ എന്ന നിലയിൽ ഭജിക്കുന്നവര് യുക്തതമനായിട്ടുള്ള യോഗിയാണ് എന്ന് പറയാണ്. അപ്പൊ എപ്പോഴും ഭഗവാനെ തന്നെ മനസ്സിൽ വെച്ചിരിക്കുന്ന യോഗിയെ ഭഗവാൻ ഇഷ്ടാണ്. മനസ്സുകൊണ്ട് ഭഗവാനില് ലയിച്ചിരിക്കാൻ താല്പര്യമുള്ളയാള് ഭഗവാൻ ഇഷ്ടമാണ് എന്ന് പറയാണ്. അപ്പൊ യോഗികളില് യുക്തതമൻ ആരാണ് എന്നാണ്. ഭജതേ എന്ന പദം ഇവിടെ അർത്ഥഗർഭമാണ്. ഭജ എന്ന ധാതുവിൽ നിന്നാണ് അതിന്റെ ഉത്ഭവം. സേവനത്തിന്റെ ആവശ്യകതയെ വ്യഞ്ചിപ്പിക്കുന്നതാണിത്. പ്രേമവിശ്വാസപൂർവകമായ സേവനം വിശേഷിച്ചും ഭഗവാനെ ഉദ്ദേശിച്ചുള്ളതാണ്. എല്ലാത്തരം യോഗചര്യകളുടെയും ഉച്ചകോടി ഭക്തിയോഗമാണ്, അല്ലെ? എല്ലാ യോഗകളുടെയും മുകളിൽ ഏതാ ഉത്തമമായത്? ഭക്തിയോഗമാണ്. അതിലേക്കുള്ള വഴികൾ അത്രേ മറ്റു യോഗങ്ങൾ. യോഗം എന്നാൽ വാസ്തവത്തിൽ ഭക്തിയോഗം തന്നെ. മറ്റു യോഗങ്ങളുടെ ലക്ഷ്യം ഭക്തിയോഗത്തിൽ എത്തിച്ചേരലാണ്. ഇപ്പൊ കർമ്മയോഗം, ജ്ഞാനയോഗം, അഷ്ടാംഗയോഗ ഒക്കെ എന്താണ്? അതൊക്കെ പടികളാണ്. ഭക്തിയോഗത്തിലേക്ക് എത്താനുള്ള ചവിട്ടുപടികൾ മാത്രാണ്, അല്ലെ? ഇപ്പൊ ഭഗവാൻ എനിക്ക് പ്രിയപ്പെട്ടവൻ എന്ന് ചിന്തിക്കുന്നവൻ ഭഗവാനും പ്രിയപ്പെട്ടവനായിരിക്കും, അല്ലെ? ഏകാന്ത ധ്യാന പരിശീലനത്തിലൂടെ ഭഗവാനിലേക്ക് മനസ്സ് ചേർത്ത് വെക്കുക എന്നാണ് ഈ അധ്യായം പറഞ്ഞു തരുന്നത്. ഭൗതികതയിൽ ആഗ്രഹമില്ലാതെ എല്ലാം മനസ്സുകൊണ്ട് സന്യസിച്ച് ഏകാഗ്രതയില് സാധനാ മാർഗത്തിലൂടെ സർവത്ര സമദർശനം ചെയ്ത് അങ്ങനെയാണ്, അതാണ് യോഗ അവസ്ഥ. ഈ ജന്മത്തിൽ സാധിച്ചില്ലെങ്കിലും പല ജന്മശേഷമെങ്കിലും നമുക്ക് അത് സാധിക്കും ഭഗവാന്റെ കൃപയുണ്ടെങ്കില്. അതാണ് ഈ അധ്യായത്തിലൂടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഏതു പരിതസ്ഥിതിയിലും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക, യോഗിയാവാം, അല്ലെ? ഒന്നാമത് എന്ത് വേണം? പ്രാമാണിക ഗുരുവിന്റെ ആശ്രയം വേണം.
പിന്നെ 4 റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾസ്, ABCD ഫോർമുല, പിന്നെ ഭഗവത്ഗീത, ശ്രീമദ് ഭാഗവതം ഒക്കെ മനസ്സിലാക്കുക. പെട്ടെന്ന് സഫലത കൈവരും. സുഖം, ശാന്തി, പ്രേമം എല്ലാം ലഭിക്കും. ജന്മ, മൃത്യു, ജരാവ്യാധിയിൽ നിന്നൊക്കെ മുക്തി ലഭിക്കും. അപ്പൊ കർമ്മയോഗം എന്നുള്ള ആദ്യത്തെ സെക്ഷൻ ഇവിടെ സമാപിക്കുകയാണ്. 6 അധ്യായങ്ങൾ നമ്മളിപ്പോ കണ്ടു അല്ലേ? ഹരേ കൃഷ്ണ. ഇപ്പൊ പല പല യോഗങ്ങള്, അതിലെ ഏറ്റവും ശ്രേഷ്ഠമായത് ഭക്തി യോഗമാണ് എന്ന് ഭഗവാൻ വിവരിച്ചു തന്നു. യോഗികൾ, യുക്തതമനായ യോഗിയുടെ അവസ്ഥ പറഞ്ഞു തന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ വൃന്ദ കി ജയ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ഗുരു മഹാരാജ് കി ജയ്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. മാതാജി ABCD ഫോർമുല ഒന്നുകൂടെ ഒന്ന് പറയാമോ? എ പറഞ്ഞാല് അസോസിയേഷൻ ഓഫ് ഡിവോട്ടീസ്, ബി പറഞ്ഞാൽ ബുക്സ് ആണ്, പിന്നെ സി പറഞ്ഞാൽ ചാൻഡിങ്, നാമം ജപിക്കല്, പിന്നെ ഡി പറഞ്ഞാൽ ഡയറ്റ്, പ്രസാദമായിട്ട് നല്ല പരിശുദ്ധമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുക, ഭഗവാന് നിവേദിക്കുക, പ്രസാദം സേവിക്കുക. ഡി ഒന്നുകൂടെ പറഞ്ഞാട്ടെ. ഏ ഡി ഒന്നുകൂടെ പറഞ്ഞാട്ടെ. ഡി ഡയറ്റ് ആണ്, ഡയറ്റ് ആഹാരം. പറയുന്ന യോഗ അത് തന്നെ, യോഗ ഇന്നത്തെ യോഗ അത് തന്നെയാണോ? യോഗാഭ്യാസം അത് തന്നെ. മാതാജി എന്താ ചോദിച്ചേ? യോഗയെ കുറിച്ച് പറയുന്നതില് ഇന്ന് പറയുന്ന യോഗ തന്നെയാണോ? അതാണോ ഉദ്ദേശിക്കുന്നത്? അതെ. ധ്യാനം എന്ത്, മനസ്സിന് ഏകാഗ്രത ഉണ്ടാവുക, മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക, എന്നാൽ മാത്രമേ ആ ചിത്തത്തില് ഭഗവാനെ സ്മരിക്കാൻ പറ്റുള്ളൂ. മനസ്സ് അവിടെ ഇവിടെയും ചുറ്റിത്തെരിഞ്ഞ് ഭൗതികതയിലൊക്കെ പോയാൽ ഭഗവാനെ അവിടെ പറ്റില്ല, ഭഗവാനെ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ നമ്മൾ യോഗ, ആ ഭഗവാന്റെ ആ സുന്ദരമായിട്ടുള്ള രൂപമുണ്ടല്ലോ, നമുക്ക് ഏത് രൂപത്തില്, ഉണ്ണിക്കണ്ണനായിട്ട് വേണമെങ്കിൽ അങ്ങനെ, അതല്ല കൗമാര എന്താ പറയാ കിഷോരൻ ആയിട്ടാണെങ്കിൽ അങ്ങനെ, എങ്ങനെയായാലും നമ്മള് ആ രൂപം ഇങ്ങനെ സങ്കല്പിക്കുക. സർവാംഗ സുന്ദരനായിട്ട് ഇങ്ങനെ സർവാഭരണ വിഭൂഷിതനായിട്ടല്ലേ ഭഗവാനെ എത്ര അലങ്കരിച്ചാലും ഭക്തർക്ക് മതിയാവില്ല. ആ പ്രസന്ന മുഖം, അതൊക്കെ ഇങ്ങനെ ധ്യാനിക്കുക. ഭഗവാന്റെ പാദം മുതൽ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഓരോ അംഗങ്ങളും ധ്യാനിച്ച് ആ പ്രസന്നമായിട്ടുള്ള വദനം, ആ വദനത്തില് ധ്യാനം എത്തുമ്പോ അവിടെ മന്ദഹാസം പൊഴിക്കുന്ന ആ മുഖത്ത് ധ്യാനം എത്തിയാല് മനസ്സിനെ അവിടെ നിർത്തുക. അങ്ങനെ ചെയ്താൽ തന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിനെ ശാന്തമാക്കാൻ സാധിക്കും. അതൊക്കെ കുറച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് ഒരൊറ്റ അടിക്ക് അങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങനെ ആ ഭഗവാന്റെ രൂപം എപ്പോഴും പിന്നെ നമുക്ക് ദർശിക്കാൻ പറ്റും. അങ്ങനെ വേണം നമ്മൾ ആ മനസ്സിനെ, ഇത് ചഞ്ചലമായ മനസ്സിനെയൊക്കെ ഒന്ന് ഒതുക്കി അടക്കി വെക്കാൻ പറ്റുള്ളൂ. നാമജപം എന്ന് പറയുമ്പോ നമ്മൾ നാവുകൊണ്ട്, ചെവിയോണ്ട് അല്ലെ, ശ്രവണുണ്ട്, കീർത്തനുണ്ട്, മനസ്സുകൊണ്ടും, അങ്ങനെ 3 കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് നാമം ജപിക്കുമ്പോ. അതുപോലെ ഭഗവാന്റെ ആ രൂപം കാണുമ്പോ അല്ലെ, മംഗളാരതി അതൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോ, അങ്ങനെ എപ്പോഴും ഭൗതികതയിലേക്ക് വീണു പോവാതെ കഴിയുന്നതും നോക്കിയാല് പെട്ടെന്ന് യോഗയിൽ നമുക്ക് വിജയം ഉണ്ടാവും. ഹരേ കൃഷ്ണ. ഇന്നലെ 8ാമത്തെ ക്വസ്റ്റ്യൻ, എങ്ങനെയുള്ളവർക്ക് ഒരിക്കലും പരിപൂർണത നേടാൻ സാധിക്കില്ല? ഒന്ന് പറഞ്ഞു കൊടുക്കോ? യോഗ സാധനം കൊണ്ട് വിഷയങ്ങളിൽ നിന്ന് നിവൃത്തി നേടിയ മനസ്സ് ഏതൊരവസ്ഥയിൽ പ്രശാന്തമാകുന്നു, ഏതൊരവസ്ഥയിൽ ആത്മാവ് കൊണ്ട് ആത്മാവിനെ ദർശിക്കുവാൻ കഴിയുന്നു. ആത്മാവിൽ തന്നെ സന്തുഷ്ട. യോഗത്തിന്റെ ഉപോത്പന്നങ്ങളിൽ ആസക്തരാകുന്നവർക്ക് ഒരിക്കലും പരിപൂർണത നേടാൻ കഴിയില്ല. ഇന്ദ്രിയ വിഷയങ്ങളിൽ അതും ഇല്ലേ അതിന്റെ കൂടെ? ഇല്ല, ഇത് പരിപൂർണത നേടാൻ കഴിയില്ല, സാധിക്കില്ല, അതല്ലേ ചോദ്യം. ങ്ങളിൽ ആസക്തരാകുന്നവർക്ക് ഒരിക്കലും പരിപൂർണത നേടാൻ കഴിയില്ല, സാധിക്കില്ല. ഞാൻ നോട്ട് ചെയ്തായിരുന്നു.
യോഗ പ്രക്രിയകൾക്കിടയിൽ സിദ്ധികളാൽ ആകൃഷ്ടരാകുന്നവരും അപൂർണാവസ്ഥയിൽ തുടരുകയുള്ളൂ അല്ലേ? ആ അതെ. പതനം സംഭവിക്കുന്നത് അങ്ങനെയല്ലേ? ഭൗതികതയിലേക്ക് ശ്രദ്ധ വരുമ്പോഴല്ലേ? യോഗ നിഷ്ഠനാവാൻ പറ്റാണ്ട് വരുമ്പോ പരിപൂർണത നേടാൻ പറ്റണില്ല. അതെങ്ങനെയാ? മറ്റു ചിന്തകളൊക്കെ വരുമ്പോ അല്ലേ? ആ ആ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്നാ നോക്കൂ. ബ്രഹ്മഭൂതം എന്ന് ആ പൗത്ര മാലിന്യങ്ങളൊഴിഞ്ഞ് ഇന്ദ്രിയാതീതമായ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുക അല്ലേ? ഏർപ്പെട്ടിരിക്കുന്നതിന് ബ്രഹ്മഭൂതം എന്ന് സൂചിപ്പിക്കുന്നു. ഇതാവസ്ഥ ഏതാ? ഇന്ദ്രിയ ഭൗതിക മാലിന്യങ്ങൾ ഒഴിഞ്ഞ് ഇന്ദ്രിയാതീതവും ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതിന് ബ്രഹ്മഭൂതാവസ്ഥ. എഴുതി നോക്കണം. ശരിക്കുള്ള സെന്റൻസ് തന്നെയാണോ? സ്ലൈഡിലുള്ളത് എഴുതിയാൽ നല്ലതായിരുന്നു. അതെ അതെ അതെ. ഭൗതിക മാലിന്യങ്ങൾ ഒഴിഞ്ഞ് ഇന്ദ്രിയാതീതമായ ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതിന് ഏർപ്പെട്ടിരിക്കുന്നതിന് ബ്രഹ്മഭൂതാവസ്ഥ. ശരി ശരി. അടുത്തത് കിടപ്പണം. ജീവാത്മാവിന്റെ ദുഃഖത്തിനും സുഖത്തിനും കാരണം താനും ഭഗവാനും ശാശ്വത ബന്ധമാണെന്ന് മറന്നു പോകുന്നത് ആ ദുഃഖം. അതെ ജീവാത്മാവിന്റെ ഉത്തമ സുഹൃത്ത് ഭഗവാനാണെന്നുള്ള ബോധ്യം സുഖം. അതെ. മനോനിയന്ത്രണത്തിന് ഏറ്റവും പ്രയാസം കുറഞ്ഞ ഉപായം എന്താണെന്ന് ഹരേ ചൈതന്യ കൃഷ്ണ മഹാപ്രഭു ഹരേ കൃഷ്ണ എന്ന മോക്ഷദായക മന്ത്രം പ്രക്ഷുബ്ധരായ മോക്ഷദായക നാമജപം അല്ലേ? വിനയത്തോടെ ജപിക്കുക. ആ, ഹരേ കൃഷ്ണ മന്ത്രം ആ നാമജപം തന്നെയാണ്. മനസ്സിനെ വിനയത്തോടെ കൃഷ്ണനിൽ സമർപ്പിക്കുക. മനസ്സ് പൂർണ്ണമായും ഭഗവാനിൽ അർപ്പിക്കുക. ഭഗവാനിൽ സമർപ്പിക്കുക. ഏതാ? 13 ഹരേ കൃഷ്ണ എന്ന മോക്ഷദായക മഹാമന്ത്രം ഏറ്റവും വിനയത്തോടെ ജപിക്കുക. അതാണ് അതന്നെ 13. അതാ 13. അതെ അതെ അതെ. അർജുനൻ ഭഗവാനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ അത് ഒത്തിരി ഉണ്ടെന്ന് തോന്നുന്നല്ലേ? അതീന്ദ്രിയ ജ്ഞാനിയുടെ ഗതി എന്താണ്? യോഗത്തിന്റെ പരിപൂർണ്ണ എത്താതെ പിന്മാറുന്ന യോഗിക്ക് എന്ത് സംഭവിക്കും? ഒരിടത്ത് സ്ഥാനമില്ലാതെ ഭിന്നമായ മേഘത്തെ പോലെ നശിക്കുമോ? അതെ. 37. അതിന് ഭഗവാൻ നൽകുന്ന ഉത്തരമാണ് അറിയേണ്ടത്. ഭഗവാൻ നൽകുന്ന ഉത്തരം എന്താണ്? ആധ്യാത്മിക ജ്ഞാനിക്ക് ഈ ലോകത്തിലാകട്ടെ ആത്മീയ ലോകത്തിലാകട്ടെ നാശമില്ല. നന്മ ചെയ്യുന്നവന് ഒരിക്കലും ദുർഗതി സംഭവിക്കുന്നില്ല. അഭിജ്ഞനായ അതീന്ദ്രിയങ്ങളുടെ കുലത്തിൽ പിറന്ന തീർച്ചയായും ഈ ലോകത്തിൽ അത്തരത്തിലുള്ള വീണ്ടും ജനിക്കും. വീണ്ടും ജനിക്കും. നല്ല കുലത്തില് ജന്മം കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ പരിപൂർണതയിൽ എത്താൻ സാധിക്കും. കർമ്മങ്ങളിൽ ഏർപ്പെട്ട് ആധ്യാത്മിക ജ്ഞാനികളിൽ നിന്നും മംഗളകരമായ കൃഷ്ണാബോധം ഒരിക്കലും മാഞ്ഞു പോകുന്നതല്ല. നന്മ ചെയ്യുന്നവന് ഒരിക്കലും ദുർഗതി സംഭവിക്കില്ല. അതെ അതെ. അപ്പൊ എല്ലാം കഴിഞ്ഞോ? കഴിഞ്ഞു. മാതാജി അതില് സി ഏതാണ്? ABCD സി ഏതാണ്? മന്ത്രജപം. ചാൻഡിങ്. സത്സംഗം എന്ന് പറയും. സത്സംഗം അല്ലേ? ഭക്തരുമായിട്ടുള്ള സംഘം. ബുക്സ് ചാൻഡിങ് ഡയറ്റ്. അതെ അതെ. ചാൻഡിങ് ഇസ് ദ നാമജപം. വേറെ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? ഇന്ന് കുറച്ചു പേരെ വന്നിട്ടുള്ളൂ. സസ്യാഹാരം അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? അതെ, സസ്യാഹാരം. ഉള്ളിയൊക്കെ ഒഴിവാക്കിയിട്ട് വേണം ഭഗവാന് പാചകം ചെയ്ത് സമർപ്പിക്കാൻ. എന്നിട്ട് അത് നമ്മള് പ്രസാദമായിട്ട് കഴിക്കുക. അപ്പൊ അത് ശരീരത്തിനെയും മനസ്സിനെയും സിരകളെയും ഒക്കെ പരിശുദ്ധമാക്കും പ്രസാദ സേവ.
അപ്പൊ നമുക്ക് നല്ല ചിന്തകൾ മാത്രമേ വരൂ അല്ലെ? ചിന്ത നന്നായ വാക്ക് നന്നായി, വാക്ക് നന്നാവും, പ്രവൃത്തി നന്നാവും, എല്ലാം നന്നാവും. മാതാജി, ആ ഉള്ളി ഉപയോഗിക്കരുത് എന്ന് പറയുമ്പോ ഉള്ളി വെജിറ്റബിൾ അല്ലേ? ഉള്ളി ഈ വെജിറ്റബിൾ ആണ്, പക്ഷെ അത് തമോ ഗുണം ഉണ്ടാക്കുന്നതാന്നാ പറയാ. മാംസ്യമാണ് അതിന്റെ ഇതാണെന്നുള്ളത് ആ അല്ലെ? ആ തമോ ഗുണം ഉണ്ടാക്കുന്നതാ. നമ്മളില് തമോ ഗുണം ഉണ്ടായാൽ നമ്മൾ ഈ പ്രവർത്തിക്കുന്നതൊക്കെ പാഴായി പോകും. നമ്മളിപ്പോ സാധന ചെയ്യുന്നുണ്ട്, നാമം ജപിക്കുന്നുണ്ട് അല്ലെ? അതിനൊക്കെ ഒരു എന്താ പറയുക, വാല്യൂ കിട്ടണ്ടേ? അതില്ലാണ്ട് പോവും, തമോ ഗുണത്തിലേക്ക് താഴ്ന്നു പോകും നമ്മള്. അങ്ങനെയുള്ള ആഹാരം, ചായ, കാപ്പി, അതൊക്കെ ഇൻടോക്സിക്കേഷനാ. ഒരു തരം ഒരു 10 ദിവസം നമ്മൾ ചായ കുടിച്ചാ 11ാമത്തെ ദിവസം നമുക്ക് അത് കിട്ടണം. കിട്ടിയില്ല വെച്ചാ നമുക്ക് വലിയ ബുദ്ധിമുട്ടാവും. അഡിക്ഷൻ വരും. അതെ, ഇതിപ്പോ നമ്മള് ചായയോ കാപ്പിയോ ഒന്നും ഉപയോഗിക്കാത്ത കാരണം നമുക്ക് ആര് ചായ കുടിച്ചാൽ എന്ത്, കുടിച്ചില്ലെങ്കിൽ നമുക്ക് ഒന്നും വേണ്ട അല്ലെ? നമുക്ക് ആ നേരം വല്ല ജീരക വെള്ളം കുടിക്കാം, എന്ത് വേണമെങ്കിൽ കുടിക്കാം. ശരീരത്തിനും നന്നായി അല്ലെ? നമുക്ക് വേറെ ചിന്തയില്ല. ഓ ചായ കിട്ടണം എന്നുള്ള ആ ടെൻഷൻ വന്ന ആൾക്ക് അത് കിട്ടിയേ പറ്റുള്ളൂ അല്ലെ? അത് വരെ അസ്വസ്ഥ മനസ്സായിരിക്കും. നമുക്ക് വല്ലതും ഉണ്ടോ അങ്ങനെ? ഒരു കുഴപ്പമില്ല. ആരെങ്കിലും കുടിക്കോ കുടിക്കാതിരിക്കോ എന്ത് വേണമെങ്കിൽ ചെയ്തോ എന്ന് പറഞ്ഞ് നമ്മൾ ഒരു ഭാഗത്തിരിക്കും. മാതാജി, ഏത്തപ്പഴം അതുപോലെ ഉപയോഗിച്ചൂടായോ? വ്രതം നോക്കുകയൊക്കെ ചെയ്യുമ്പോ ഏതാ? ഏത്തപ്പഴത്തിന് ഏത്തപ്പഴം, ആ banana. ഏത്തപ്പഴമൊക്കെ ഉപയോഗിക്കും, പഴങ്ങളൊക്കെ ഉപയോഗിക്കും, ഫ്രൂട്ട്സ് ഉപയോഗിക്കും, പാല് ഒക്കെ കുടിക്കാം. റൂട്ട്സ് ഉപയോഗിക്കാന്നാ പറയാ. ഈ കപ്പ, അതൊക്കെ, സ്വീറ്റ് പൊട്ടാറ്റോ, അതൊക്കെ കഴിക്കാം അതെ, ഏകാദശി നോൽക്കുമ്പോ. ഏകാദശിക്ക് ഉപയോഗിക്കും. ഒന്നും കഴിക്കാതെ വ്രതം എടുക്കുന്നവരുണ്ട്, ഏകാദശി വ്രതം. ചില പേര് നിർജ്ജല എടുക്കും, വെള്ളം പോലും കുടിക്കില്ല. മാതാജി എനിക്കൊന്ന് പറയണോ? ആ പറയും. ഞാൻ 18 മാസം ഗുരുവായൂർ പോയി 18 മാസം ഏകാദശി എടുത്തു. എനിക്ക് ഹാർട്ടിന് സുഖമില്ല, BP ഉണ്ട്, ഷുഗർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്. 18 മാസവും ഞാൻ ജലം പോലും ഉപയോഗിക്കാതെ എടുത്തത്. തീർന്നു, 18 മാസം തീർന്നു. ഇപ്പൊ മാസം തൊഴുന്നുണ്ട്. ഇപ്പൊ അസുഖത്തിനൊക്കെ കുറവുണ്ടോ? ഒത്തിരി 7 വർഷം കൊണ്ട് മരുന്ന് കഴിക്കുന്നു. എനിക്കിപ്പോ ഒരു കുഴപ്പവും ഇല്ല മാതാജി, ഞാൻ നല്ലതായിട്ടിരിക്കുന്നു. അപ്പോഴോ? അതൊക്കെ ഒരു തപശ്ചര്യയാണ്, ഒരു തപസ്സിന് തുല്യാണ് അതൊക്കെ. എന്റെ ഭഗവാൻ എന്നെ അനുഗ്രഹിച്ചതില്. ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് പറഞ്ഞതാ, ഇപ്പൊ ഡോക്ടർ പറഞ്ഞു വേണ്ടെന്ന്. അപ്പോഴോ? അതൊരു സന്തോഷം, അതൊക്കെ ഒരു അനുഭവം കൊടുക്കുകയാണ് ഭഗവാൻ തന്നെ. അനുഭവം ഞാൻ ഒത്തിരി വിഷമം ചെയ്യാന് എനിക്കൊന്ന് ഭയമായിരുന്നു. രണ്ടാമത് എന്റെ ശരീരത്തിൽ കത്തി തൊടണ്ടെന്നുള്ള ഒരു ഇത് ഭഗവാനോട് ഞാൻ കെഞ്ചി പറഞ്ഞു. ഭഗവാൻ അത് എനിക്കത് സാധിച്ചു തന്നു. ഡോക്ടർ പറഞ്ഞു വേണ്ട, ചെയ്യണ്ട, ഇപ്പൊ സുഖമായിട്ടിരിക്കുന്നു, ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു.